ഹലോ ഹായ്. ഇന്ന് നമ്മൾ GSTയിൽ അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കുവാണ്. ഞാൻ ഫസ്റ്റേ ഒരു ജാമ്യം എടുക്കാം. വളരെ ബോറിംഗ് ആയിട്ടുള്ള ഒരു എന്താ പറയുക ടോപ്പിക്കാണ് ഇന്ന് എടുക്കാൻ പോണേ. ഓക്കെ, അതിൽ എത്രയൊക്കെ നമ്മൾ അതങ്ങനെ എനിക്ക് പറ്റണില്ല. അത് എത്ര എന്താ പറയുക അങ്ങനെ നമുക്ക് എൻ്റർടൈൻ ചെയ്യിച്ചെടുക്കാനായിട്ട് പറ്റില്ല. അത് നല്ല ബോറിംഗ് ആണ്. അത് ഫസ്റ്റ് തന്നെ പറയാം. പക്ഷെ നമ്മളത് വിടാൻ പാടില്ല. നമ്മൾ എടുത്തത് എന്താണ്, നമ്മൾ കറക്റ്റായിട്ടെല്ലാം എടുത്തിട്ട് പോകും എന്നുള്ള ആ ഒരു ഇതല്ലേ, എല്ലാം നമ്മൾ 100% പഠിക്കും എന്നുള്ള ആ ഒരു ഇതിലാണ് എടുക്കണത്. അപ്പോൾ ഇനി ഇതേപോലെ ബോറിംഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനത് സ്കിപ്പ് ചെയ്തിട്ട് കൂടി ഞാൻ അടുത്ത ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് എടുക്കാം. എന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് വന്ന് ബാലൻസ് പോർഷൻ ഞാൻ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, അതേ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഇത് നമ്മൾ പഠിച്ചല്ലേ പറ്റുള്ളൂ. നമ്മൾ ടെക്സ്റ്റിൽ തന്നുകൊണ്ട് അത് പഠിച്ചേ പറ്റുള്ളൂ. ഞാൻ നീട്ടി വലിച്ച് ഇത്രയും വലിയ ഒരു ഇൻട്രൊഡക്ഷൻ ചെയ്യണതിന് കാരണം അതാണ്. മിക്കവർക്കും അത് ഭയങ്കര ബോറിംഗ് ആണെന്നുള്ള ഇതിലങ്ങോട്ട് വിട്ടുപോകും. പക്ഷെ വിട്ടു പോകണ്ട, ഞാൻ അതിൻ്റെ പോയിന്റ് മാത്രം പറഞ്ഞുതരാം. ആ പോയിന്റ് വെച്ചിട്ട് നിങ്ങൾ അതെന്താണെന്നുള്ളത് എങ്ങനെയാണ് പറഞ്ഞതെന്നുള്ളതൊന്നും മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, നമുക്ക് ഇതിൻ്റെ കോൺസെപ്ച്വൽ ക്ലാരിറ്റി അല്ലേ വേണ്ടത്. അപ്പോൾ ആ കോൺസെപ്റ്റ് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. ആ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ നമുക്കതിനെ ഇൻട്രസ്റ്റിംഗ് ആക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് നമുക്ക് എന്താ പറയുക, ഇതെല്ലാം നീട്ടി വലിച്ച് ഞാൻ വായിച്ച് അത് എക്സ്പ്ലെയിൻ ചെയ്ത് ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഉറങ്ങിപ്പോയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ അത് വേണ്ട. നമുക്ക് ആ പോയിൻ്റായിട്ട് ഞാൻ അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് വേഗം പോവാം. ഓക്കെ, ഫസ്റ്റ് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും മനസ്സിലാവാനുള്ള ഭയങ്കര ഒന്നും മനസ്സിലായില്ല എന്നൊക്കെ വിചാരിച്ച് നിങ്ങൾ ഇരിക്കേണ്ടത് ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ്. ഓക്കെ, 6th ക്ലാസ് ആണെങ്കിലും മിക്ക ഓൺലൈൻ ക്ലാസ്സിൽ ഇത് സ്കിപ്പ് ചെയ്യുകയാണെന്നുള്ളത് കേട്ടിട്ടുണ്ട്. ഈ കോമ്പോസിറ്റ് സപ്ലൈ മിക്സഡ് സപ്ലൈ ഒന്നും അല്ല കേട്ടോ, അല്ലാതെ ഉള്ളത് മിക്ക ഓൺലൈൻ ക്ലാസ്സിലും ചിലർ മാത്രമേ ഇത് പഠിപ്പിക്കണുള്ളൂ. ബാലൻസ് മിക്കവരും അത് സ്കിപ്പ് ചെയ്യുകയാണെന്നുള്ള വിധത്തിലാണ് പറയണേ. കാരണം ഓൺലൈൻ ക്ലാസ്സിലെന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ, കുറച്ചേ പഠിപ്പിക്കുകയുള്ളൂ. പക്ഷെ എന്നാലും ഇത് ബോറിംഗ് ആയതുകൊണ്ട് അത് അങ്ങോട്ട് വിട്ട് കളയുകയാണെന്നുള്ള ഒരു ഇതിലാണ് ഞാൻ അറിയണ കുറേ പേര് ഇങ്ങനെ പറഞ്ഞേക്കണം. അത് പലവരുടെയും ഓൺലൈൻ ക്ലാസ് വാങ്ങിയിട്ടുള്ളവരാണ് അങ്ങനെ പറഞ്ഞു കേട്ടത്. എങ്ങനെയാണ് നിങ്ങളുടെ അനുഭവം എന്നുള്ളതൊന്ന് ഷെയർ ചെയ്യും. എന്തായാലും നമുക്ക് നോക്കാം, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് ഉള്ളത് ഒരു ചെറിയ ടോപ്പിക്കാണ്. എന്താണ് കോമ്പോസിറ്റ് സപ്ലൈ മിക്സഡ് സപ്ലൈ എന്ന് പറയും. സെക്ഷൻ 230 ആണ്. ഞാൻ പറഞ്ഞല്ലോ GSTയുടെ എല്ലാ സെക്ഷനും പഠിച്ചിരിക്കേണ്ടതാണ്. അപ്പോൾ കോമ്പോസിറ്റ് സപ്ലൈ എന്താണെന്നുള്ളത് നമുക്കൊന്ന് റഫായിട്ടൊരിത് പറയാം. അതായത് ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ആയിട്ട് നമ്മളൊരു ഹോട്ടലിൽ റൂം എടുക്കുവാണ് അല്ലേ. ഹോട്ടലിൽ റൂം എടുക്കാൻ നേരത്ത് നമുക്ക് എന്ത് ചെയ്യും, അവിടെ നിന്ന് ഫുഡ് ഉണ്ടാവും അല്ലേ. അവിടെ ഫുഡ് ഉണ്ടാവും. നമുക്ക് വേണ്ട എന്താണ് വെള്ളം, അതേപോലെയുള്ള ചെറിയ ചെറിയ ഇതൊക്കെ അവർ എന്താണ് ആ ഹോട്ടലിൽ വെച്ച് തന്നെ പ്രൊവൈഡ് ചെയ്യും നമ്മൾ കൊടുക്കണ ക്യാഷിന്. ഓക്കെ, അപ്പോൾ ആ ഫുഡ് പ്രൊവൈഡ് ചെയ്യണ എന്താണ്, അങ്ങനെ ആ ഒരു ഹോട്ടലിൻ്റെ അത് പാക്കേജായിട്ടാണ് അതിലേക്ക് വന്നത് അല്ലേ. ഒരു ഹോട്ടലിന് അത് അതിൻ്റെ കൂട്ടത്തിൽ ആണ് വന്നത്. ഇപ്പം നമ്മളൊരു മൊബൈൽ വാങ്ങിച്ചു. ഒരു മൊബൈൽ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബോക്സിൽ മൊബൈൽ മാത്രമാണ് ഉണ്ടാവണേ അല്ല, ചാർജറും ഉണ്ടാവും, അതിൻ്റെ ബുക്ക്ലെറ്റും ഉണ്ടാവും അല്ലേ. നമ്മൾ ചാർജർ അല്ല വാങ്ങിച്ചത്, മൊബൈലാണ് വാങ്ങിച്ചത്. പക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ ഇത് വന്നു അല്ലേ. പിന്നെ അതേപോലെ തന്നെ പിന്നെന്താ, നമുക്ക് നമ്മളെന്തെങ്കിലും എന്താ പറയുക, എന്തെങ്കിലും നമ്മളൊന്ന് അയക്കുവാണ് അല്ലേ. നമ്മളെന്തെങ്കിലും ഇപ്പോൾ ഞാൻ തന്നെ വേറൊരു സ്റ്റേറ്റിലോട്ട് അതർ സ്റ്റേറ്റിലോട്ട് അവർ പറഞ്ഞിട്ട് ഞാനൊരു ഗുഡ്സ് അയച്ചു. അയക്കാനായിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മളത് പാക്കൊക്കെ ചെയ്ത് ക്ലീനിലായിട്ട് നല്ല കാർഡ്ബോർഡ് പെട്ടിയിലൊക്കെ പാക്കൊക്കെ ചെയ്ത് നന്നായിട്ട് എന്താ പറയുക ഒട്ടിച്ച് അതിൽ പ്രിൻ്റ് എടുത്ത് പേരും അഡ്രസ്സൊക്കെ എഴുതിയാൽ ചെന്നേ. അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഈ പാക്ക് പറ്റില്ല. കാരണം അവരുടെ ഒരു പാക്ക് ഉണ്ട്, അതിലേക്കാണ് അത് വെക്കേണ്ടത്. അതിന് എക്സ്ട്രാ ഇത്ര രൂപയാവും. പിന്നെ ഇത് അതർ സ്റ്റേറ്റിലോട്ട് പോകണോണ്ട് അതിന് ഇൻഷുറൻസ് ഉണ്ട്. ഓക്കെ, അതിന് ഇൻഷുറൻസ് ഉണ്ട്. അതേപോലെ തന്നെ എന്താണ് പാക്കിംഗ് ചാർജസ് വന്നു, അപ്പോൾ അതിന് ഇൻഷുറൻസ് വന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഗുഡ്സ് അയക്കാനായിട്ട് പോകുന്ന പിന്നെ അയക്കണതിനുള്ള ഫീസ് വേറെ വരും അല്ലേ. ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഓരോന്നിലും ഓരോ ഐറ്റം വരുന്നത്. ഓക്കെ, ഇപ്പം ലാപ്ടോപ്പ് വാങ്ങിക്കുവാണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെയാണ്. ലാപ്ടോപ്പ് ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഇങ്ങോട്ട് ഇല്ല, അതിൽ പല സോഫ്റ്റ്വെയർ എക്സൽ അങ്ങനെയുള്ള സോഫ്റ്റ്വെയർ ഒക്കെ ഉണ്ടാവും.
അല്ലേ, അങ്ങനെയുള്ള പലതും ഓരോന്നും എന്താണ് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ്, നമ്മളെല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്താണ് ഓരോന്ന് വാങ്ങിക്കുന്നത്. നമുക്കിങ്ങനെ ആലോചിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഓരോന്ന് വാങ്ങിക്കുമ്പോൾ അങ്ങനെ എക്സ്ട്രാ ഓരോന്ന് വരണത് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ നമുക്ക് ഹോസ്പിറ്റലിലൊക്കെ നിൽക്കുവാണെന്നുണ്ടെങ്കിൽ ആ പേഷ്യൻറ്റിന് അവിടെ നിന്ന് തന്നെ ഫുഡ് സെർവ് ചെയ്യണമെന്നുള്ള ഒരു ഇതുണ്ട് അല്ലേ. പേഷ്യൻറ്റിനുള്ള ഫുഡ് മിനിമം എന്ത് ചെയ്യണം, ആ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ പ്രൊവൈഡ് ചെയ്യണമെന്നുണ്ട്. ഓക്കെ, അങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യും, ഒരെണ്ണത്തിൻ്റെ ഭാഗമായിട്ട് വരും അല്ലേ. നമ്മളിപ്പോൾ ഫസ്റ്റ് പറഞ്ഞ എക്സാമ്പിളിൽ നമ്മൾ ഹോട്ടലിൽ റൂം എടുക്കാനായിട്ടാണ് പോയത്, അല്ലാണ്ട് ഫുഡ് കഴിക്കാൻ പോയിട്ട് അവരവിടെ റൂം തന്നതല്ലല്ലോ. നമ്മൾ റൂം എടുക്കാൻ പോയിട്ട് അവരവിടെ ഫുഡ് സപ്ലൈ ചെയ്തതാണ്. അപ്പോൾ എന്താണത്, നാച്ചുറലി ബണ്ടിൽഡ് ആയിട്ടുള്ളതാണ് അല്ലേ. അത് നാച്ചുറലായിട്ട് അതിൻ്റെ കൂടെ ചേരേണ്ടതാണ്. നമ്മൾ മൊബൈൽ വാങ്ങിക്കുമ്പോൾ ഓർഡർ ചെയ്ത് മൊബൈൽ കിട്ടാൻ നേരത്ത് നമുക്ക് അതിൻ്റെ കൂടെ ഉള്ളതാണ് ബുക്ക്ലെറ്റ് ആണെങ്കിലും ചാർജർ ആണെങ്കിലും ഒക്കെ അല്ലേ. അപ്പോൾ അതൊക്കെ എന്താണ് പറയുന്നത്, നാച്ചുറലി ബണ്ടിൽഡ് ആയിട്ടുള്ള സാധനമാണ്. അപ്പോൾ ഒരു സാധനം വാങ്ങിക്കുകയാണെങ്കിൽ അതിൽ കൂടുതലോ 1-2 സാധനങ്ങൾ ഇങ്ങനെ വരുവാണ്, അതിൻ്റെ കൂട്ടത്തിൽ വരുവാണ്. അതിനെയാണ് കോമ്പോസിറ്റ് സപ്ലൈ എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ പറയുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫുഡിന് ഒരു GST ആയിരിക്കുള്ളൂ, ഹോട്ടലിൽ സ്റ്റേ ചെയ്യണതിന് വേറെ GST ആയിരിക്കും, മൊബൈലിന് വേറെ GST ആയിരിക്കും, ചാർജറിന് വേറെ GST ആയിരിക്കും അല്ലേ. റേറ്റിൽ വ്യത്യാസം ഉണ്ടാവും. പക്ഷെ എന്തായത്, അതെല്ലാം കൂടി ഒരുമിച്ച് ചേർന്ന് വരാൻ നേരത്തേക്കും അത് നാച്ചുറലി ബണ്ടിൽഡായ പ്രോഡക്റ്റുകൾ, നാച്ചുറലി ബണ്ടിൽഡായ ഐറ്റംസ് അതിനെ ഒരുമിച്ച് ചേർത്ത് വരുമ്പോൾ, നാച്ചുറലി ബണ്ടിൽ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, അതിനോട് ചേർന്ന് മൊബൈലിന് ചാർജർ ഇല്ലാണ്ട് പറ്റില്ല, അതിന് ബുക്ക്ലെറ്റും വന്നേ പറ്റുള്ളൂ. നമ്മൾ ഹോട്ടലിൽ സ്റ്റേ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ഫുഡ് അവർക്ക് തരേണ്ട ആ ഒരു ഉത്തരവാദിത്തമുണ്ട്, ഫുഡും വെള്ളമൊക്കെ തരേണ്ട ഉത്തരവാദിത്തം അവർക്കുണ്ട്. ഓക്കെ, അങ്ങനെ അതിനെയാണ് നാച്ചുറലി ബണ്ടിൽഡ് ആയിട്ടെന്ന് പറയുന്നത്. അങ്ങനെ വരണ ആ കൂട്ടത്തിൽ ഒരുമിച്ച് വരണ ആ സംഭവങ്ങളെയാണ് കോമ്പോസിറ്റ് സപ്ലൈ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന് ഏത് റേറ്റാണ് ഇതിന് ആപ്ലിക്കബിൾ ആവുക, ഇതിന് ഏത് റേറ്റാണ് ആപ്ലിക്കബിൾ ആവുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ എന്തിനാണോ പ്രിഫറൻസ് കൊടുത്തത്, നമ്മൾ എന്താണോ വാങ്ങിച്ചത് അതിൻ്റെ കൂട്ടത്തിൽ വന്നതല്ലേ അല്ലേ. ഞാൻ ഇവൻ്റെ കൂട്ടത്തിലാണ്, ഇവൻ അവൻ്റെ കൂട്ടത്തിലാണെന്ന് പറയുന്ന ഒരു സിനിമയിൽ പറയണ പോലെ അല്ലേ. പക്ഷേ എന്താണ്, അത് കൂട്ടത്തിലാണ് വന്നത്, ആ കൂട്ടത്തിൽ വന്നത് ബാക്കിയുള്ളത്. അപ്പം മെയിനായിട്ട് നമ്മൾ എന്താ ഓർഡർ ചെയ്തേ, നമ്മൾ അവിടെ പോയി ഫസ്റ്റ് ഫോൺ ഓർഡർ ചെയ്തു, പിന്നെ അവിടെ ഹോട്ടലിൽ റൂമാണ്. അപ്പോൾ അതിനുള്ളതിനായിരിക്കുള്ളൂ നമുക്ക്, അതിനെന്താണോ പ്രിൻസിപ്പൽ സപ്ലൈ ഏതാണോ അതിനുള്ള ടാക്സ് റേറ്റ് എന്താണോ അതാണ് എല്ലാത്തിനും കൂടിയുള്ള ടാക്സ് റേറ്റ് ആയിട്ട് ഇൻക്ലൂഡ് ആവണത്. ഓക്കെ, ഇതിനെയാണ് കോമ്പോസിറ്റ് സപ്ലൈ എന്ന് പറയുന്നത്. അല്ലാണ്ട് മൊബൈലിൻ്റെ ടാക്സ് റേറ്റ് എന്താണോ അതാണ് എടുക്കുന്നത്, അല്ലാണ്ട് ചാർജറിൻ്റെ ടാക്സ് റേറ്റ് അല്ല എടുക്കുന്നത്. ഇൻ കേസ് ഇപ്പോൾ മൊബൈലിനേക്കാളും കൂടുതലാണ് ചാർജറിന് ടാക്സ് റേറ്റ് എന്ന് വിചാരിച്ച് ചാർജറിൻ്റെ ടാക്സ് റേറ്റ് എടുക്കാൻ പറ്റുമോ? ഇല്ല. നമ്മൾ ഓർഡർ ചെയ്തത് മൊബൈലാണ് ഓർഡർ ചെയ്തത്, അതുകൊണ്ട് മൊബൈലിൻ്റെ ടാക്സ് റേറ്റേ അവിടെ എടുക്കാൻ പറ്റുള്ളൂ. അതിന് നാച്ചുറൽ ബണ്ടിൽഡ് ആയിട്ടുള്ള ഒന്നോ അതിലധികമോ അല്ലെങ്കിൽ 2 അതിലധികമോ പ്രോഡക്റ്റുകളുടെ ഗുഡ്സ് ആവാം, സർവീസ് ആവാം, അല്ലെങ്കിൽ ഗുഡ്സും സർവീസും കൂടി ആവാം. ഓക്കെ, അങ്ങനെയുള്ളതിൻ്റെ കൂടിച്ചേരലിനെയാണ് എന്ത് പറയണത്, കോമ്പോസിറ്റ് സപ്ലൈ എന്ന് പറയണത്. ഇതിൽ പ്രിൻസിപ്പൽ സപ്ലൈ, ഓക്കെ, പ്രിൻസിപ്പൽ സപ്ലൈ ഏതാണോ അതിൻ്റെ ടാക്സ് റേറ്റ് ആണ് എടുക്കണത്. ഓക്കെ, പ്രിൻസിപ്പൽ സപ്ലൈ എന്ന് വെച്ചാൽ പ്രിഡോമിനൻറ്റ് എലിമെൻറ്റ് ഓഫ് എ കോമ്പോസിറ്റ് സപ്ലൈ. അതിന് മുൻഗണന ഏതിനാണോ കൊടുക്കണത് അതിൻ്റെയാണ്. ഓക്കെ, ഇപ്പോൾ കോമ്പോസിറ്റ് സപ്ലൈ എന്നുള്ള ഇത്ര എക്സാമ്പിളിൽ നിന്ന് മനസ്സിലായില്ലേ. പ്രിൻസിപ്പൽ സപ്ലൈ ഏതാണോ അതിൻ്റെ ടാക്സ് റേറ്റ് ഇതിന് എടുക്കുകയുള്ളൂ. ഇനി എക്സാമ്പിൾ ഇത് നമ്മൾ പറഞ്ഞ എക്സാമ്പിളും അതിൽ കൂടുതലൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്, ഒന്ന് വായിച്ചു നോക്കാം. ഓക്കെ, ഇനി അടുത്തത് മിക്സഡ് സപ്ലൈ. മിക്സഡ് സപ്ലൈ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ജസ്റ്റ് ഓപ്പോസിറ്റാണ്. അതായത് ഇപ്പോൾ നമുക്ക് ഇതിൽ തന്നെ ഒരു ഗിഫ്റ്റ് ബോക്സ്, ഇതിൽ എക്സാമ്പിൾ തന്നെ പറയാം. നമ്മളൊരു ഗിഫ്റ്റ് ബോക്സ് നമ്മളിപ്പോൾ ഇപ്പോൾ ചിലരിപ്പോൾ മാരേജിന് ക്ഷണിക്കാൻ വരാൻ നേരത്തേക്കും ഇപ്പോൾ അതർ സ്റ്റേറ്റിൽ, ഇപ്പോൾ എവിടെ പറയാം, അതർ സ്റ്റേറ്റിൽ ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്ന ടൈമിൽ അവിടെ മാരേജ് ക്ഷണിക്കാൻ വരാൻ നേരത്തേക്കും അവിടെ ഇൻവിറ്റേഷൻ കാർഡ് മാത്രമാണ് നമ്മൾ ഇവിടെ നിന്ന് കൊണ്ടുവരുന്നത്. അല്ലെങ്കിൽ കൂടിപ്പോയി എന്തെങ്കിലും ഒരു ഐറ്റം ചിലവർ അത്ര മെയിനായിട്ടുള്ളവരൊക്കെ വരാൻ നേരത്തെ എന്തെങ്കിലും സ്വീറ്റ് ചിലവർ വെക്കണം, ചില കാസ്റ്റിൽ വെക്കണമെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. അല്ലാണ്ട് അങ്ങനെയൊന്നും ഞാൻ കണ്ടിട്ടില്ല. സാധാരണ ഇൻവിറ്റേഷൻ കാർഡാണ് കൊടുക്കാറ്. അപ്പോൾ ആ ഒരു അതർ സ്റ്റേറ്റിൽ എന്ത് ചെയ്തു, ഇൻവിറ്റേഷൻ കാർഡ് എന്നുള്ളത് അത് മെയിനാണ്. പക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ പലതും കൊടുക്കുന്നുണ്ട്. അതായത് കുറേ ഫ്രൂട്ട്സ്, കുറേ സ്വീറ്റ്സ്, പിന്നെ ഫ്ലവേഴ്സ്, ഓക്കെ, ഫ്ലവർ, പിന്നെ കുങ്കുമം, അങ്ങനെ കുറേ
കുറേ സാധനങ്ങൾ, ഒരു ബന്ധമില്ലാത്ത പല പല സാധനങ്ങൾ അതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അത് എല്ലാത്ത ഫ്രൂട്ട്സും സ്വീറ്റ്സും കുങ്കുമം, മിററ്, അങ്ങനെ കുറേ സാധനങ്ങൾ അവിടെ പല 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 സ്വീറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇതല്ല, പല സ്വീറ്റ്സുകളും, ലഡു ജിലേബി എല്ലാ സ്വീറ്റ്സുകളും അങ്ങനെയൊക്കെയുള്ള ഒരുവിധമുള്ള എല്ലാം കൂടി എടുത്ത് ഒരു വലിയ താലത്തിലാക്കിയിട്ട് അതിൻ്റെ പുറത്ത് ആണ് ഇൻവിറ്റേഷൻ കാർഡ് വെച്ച് കൊടുക്കുന്നത്. ഓക്കെ, ഇതപ്പോൾ ഒരു നാച്ചുറലി ബണ്ടിൽഡ് ആണെന്ന് പറയാൻ പറ്റുമോ? അല്ല. കാരണം എന്താണ്, എല്ലാം പല പല ഇതാണ്, നമ്മളതിനെ പിടിച്ച് ഒന്നിച്ചാക്കിയതാണ്, നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒന്നിച്ചാക്കിയതാണ്, അല്ലേ? ഇതിനെയാണ് മിക്സഡ് സപ്ലൈ എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ളതിനാണ് മിക്സഡ് സപ്ലൈ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് മുന്നേ ഉള്ളത് നമുക്ക് മനസ്സിലായില്ലേ? കോമ്പോസിറ്റ് സപ്ലൈ എന്താണെന്ന് മനസ്സിലായില്ലേ? നാച്ചുറലി ബണ്ടിൽഡ് ആണ്. നമ്മൾ ഒരു കാര്യത്തിന് പോയപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ അതിനോട് ചേർന്നുള്ള സംഭവങ്ങളാണ് നമുക്ക് കിട്ടിയത്. മിക്സഡ് സപ്ലൈ എന്ന് പറയുന്നത് എന്താണ്? എല്ലാം പലതാണ്. ഇപ്പം നമ്മൾ പറഞ്ഞ ഇതിൽ ഫ്രൂട്ട്സിന് ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്വീറ്റ്സിൽ പലതിനും പല റേറ്റാണ്. ഇപ്പോൾ കുങ്കുമം അതിന് റേറ്റാണ്, മിററിന് വേറെ റേറ്റാണ്. അങ്ങനെ എന്ത് ആ താലത്തിലുണ്ടായോ അതിനൊക്കെ പല പല റേറ്റിലുള്ളതാണ്. അപ്പോൾ ഇവിടെ എങ്ങനെ റേറ്റ് എടുക്കുക? ഓരോന്നിനും ഇരുന്ന് GST കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇവിടെ ഏതിനാണോ ഹൈ റേറ്റ്, ഏതിനാണോ, ഇപ്പോൾ നമുക്ക് സ്വീറ്റ്സിന് ഒരു 10%, ലഡുവിന് 10%, ജിലേബിക്ക് 11%, മിററിന് 15% എന്ന് വെച്ചോ, അങ്ങനെ ഓരോന്നിന്. അപ്പോൾ ഇതിൽ ഏതാ ഏറ്റവും കൂടുതൽ വന്നത്? 15% അല്ലേ? അപ്പോൾ ആ ഐറ്റത്തിന് ഫുള്ളായിട്ട് നമ്മൾ എത്രയേ ടാക്സ് ചെയ്യുള്ളൂ? 15% ആണ് ഇതിന് ടാക്സ് റേറ്റായിട്ട് വരുന്നത്. ഇതാണ് മിക്സഡ് സപ്ലൈയുടെ റേറ്റ്. ഓക്കെ, കോമ്പോസിറ്റ് സപ്ലൈ ആണെങ്കിൽ നമ്മൾ ഏതിനാണോ, പ്രിൻസിപ്പൽ സപ്ലൈ ഏതാണോ അതിൻ്റെ റേറ്റ് എടുക്കുകയുള്ളൂ. മിക്സഡ് സപ്ലൈ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഉള്ളതിൽ ഏതാണോ ഹയ്യസ്റ്റ് അതേ എടുക്കുകയുള്ളൂ. അപ്പോൾ എന്തായിരിക്കും, നമ്മളവിടെ രണ്ടോ അതിൽ കൂടുതലോ സാധനങ്ങൾ, ഗുഡ്സ് ആവാം, സർവീസ് ആവാം, എല്ലാം ആവാം. ഓക്കെ, അങ്ങനെയുള്ളതൊക്കെ വന്ന് കൂടും. ഓക്കെ, അതിനെല്ലാം കൂടി ഒന്നിച്ച് ചേർത്ത് എടുക്കുന്നതിനെയാണ് മിക്സഡ് സപ്ലൈ എന്ന് പറഞ്ഞാൽ. അത് നാച്ചുറലി ബണ്ടിൽഡ് അല്ല. ഓക്കെ, നമ്മളായിട്ട് അതിനെ എടുക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത് കോമ്പോസിറ്റ് സപ്ലൈ എന്താണ്, മിക്സഡ് സപ്ലൈ എന്താണെന്നുള്ളത് മനസ്സിലായില്ലേ? അതിൻ്റെ സെക്ഷനും ഒന്ന് നോക്കാം. ഓക്കെ, ഇനി ഇതിപ്പോൾ നമ്മൾ പറഞ്ഞത് തന്നെ. കോമ്പോസിറ്റ് സപ്ലൈ ആണെന്നുണ്ടെങ്കിൽ എന്താണ്, രണ്ടോ അതിൽ കൂടുതലോ ഐറ്റം വരും. പ്രിൻസിപ്പൽ സപ്ലൈയുടെ റേറ്റാണ് എടുക്കുന്നത്. പിന്നെ മിക്സഡ് സപ്ലൈ ആണെന്നുണ്ടെങ്കിലും അതേപോലെ ഉണ്ട്, പക്ഷേ അതിൽ ഹയ്യസ്റ്റ് റേറ്റാണ് എടുക്കുന്നത്. ഓക്കെ, ഇനി ഇതിൽ എന്തൊക്കെയാണെന്നുള്ളത്, നാച്ചുറലി ബണ്ടിൽഡ് ആണോ? കോമ്പോസിറ്റ് സപ്ലൈ ആണെന്നുണ്ടെങ്കിൽ എസ് എന്നാണ്. മിക്സഡ് സപ്ലൈ നാച്ചുറലി ബണ്ടിൽഡ് ആണോ? അല്ല. നമ്മളായിട്ട് തിരികെ കയറ്റി വെക്കണ കുറേ സാധനങ്ങൾ, നമ്മുടെ ഇഷ്ടത്തിന് വെക്കണ സാധനങ്ങളാണ്, അല്ലേ? പിന്നെ ഈ സപ്ലൈ അവൈലബിൾ ഫോർ സപ്ലൈ ഇൻഡിവിജ്വലി കൊടുക്കാൻ പറ്റുന്ന ഏതാണ്? മിക്സഡ് സപ്ലൈക്കാണ്. അത് കൊടുക്കുകയും ചെയ്യുക, ചിലപ്പോൾ കൊടുക്കാതിരിക്കുക, അങ്ങനെ. വൺ ഈസ് പ്രീ ഡൊമിനൻറ്റ് സപ്ലൈ ഫോർ റെസിപ്പിന്. ഏതാണ് പ്രീ ഡൊമിനൻ്റ് ആയിട്ടുള്ള സപ്ലൈ? അത് കോമ്പോസിറ്റ് സപ്ലൈ ആണ്. മിക്സഡ് സപ്ലൈയിൽ ഉണ്ടാവാതിരിക്കുക, അങ്ങനെ. അതർ സപ്ലൈസ് ആർ ആൻസിലറി ഓർ റിസീവ്ഡ് ബിക്കോസ് ഓഫ് പ്രീ ഡൊമിനൻറ്റ് സപ്ലൈ. എന്തുകൊണ്ടാണ്? അത് കോമ്പോസിറ്റ് സപ്ലൈയിലാണ്, അല്ലേ? ഈ സപ്ലൈ പ്രൈസ് സെപ്പറേറ്റ്ലി, ഓരോ സപ്ലൈയുടെ പ്രൈസ് സെപ്പറേറ്റ് ആയിട്ടുള്ളത് ഏതിലാണ്? കോമ്പോസിറ്റ് സപ്ലൈക്കാണ്. സപ്ലൈ ടുഗദർ, ഒരുമിച്ച് വരുന്നത് രണ്ടിലും ഒരുമിച്ച് വരുന്നുണ്ട്. ഓൾ സപ്ലൈസ് ക്യാൻ ബി ഓഫ് ഗുഡ്സ്, അത് രണ്ടിലും ഉണ്ട്. ഓൾ സപ്ലൈ ക്യാൻ ബി സർവീസ്, അത് രണ്ടും സർവീസ് ആവാം. എ കോമ്പിനേഷൻ ഓഫ് വൺ ഓർ മോർ ഗുഡ്സ് ആൻഡ് വൺ ഓർ മോർ സർവീസ്, അതും രണ്ടും. കോമ്പോസിറ്റ് സപ്ലൈ, മിക്സഡ് സപ്ലൈ അങ്ങനെ ആവാം. ഓക്കെ, മെയിനായിട്ട് എന്താണ്, നാച്ചുറലി ബണ്ടിൽഡ് ആണ് കോമ്പോസിറ്റ് സപ്ലൈ. മിക്സഡ് സപ്ലൈ നാച്ചുറലി ബണ്ടിൽഡ് അല്ല. ഓക്കെ, ഈ സംഭവം തന്നെ നമ്മൾ ആ ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതിയേക്കണേണ്. വാട്ട് ഈസ് ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് കോമ്പോസിറ്റ് സപ്ലൈ ആൻഡ് മിക്സഡ് സപ്ലൈ ആൻഡ് GST? പറഞ്ഞല്ലോ, കോമ്പോസിറ്റ് സപ്ലൈ ഷാൽ ബി ട്രീറ്റഡ് ആസ് സപ്ലൈ ഓഫ് പ്രിൻസിപ്പൽ സപ്ലൈ. മിക്സഡ് സപ്ലൈ വിൽ ബി ട്രീറ്റഡ് ആസ് സപ്ലൈ ഓഫ് ദാറ്റ് പ്രിൻസിപ്പൽ ഗുഡ്സ് ഓർ സർവീസസ് വിച്ച് അട്രാക്ട് ദ ഹയസ്റ്റ് റേറ്റ് ഓഫ് ടാക്സ്. ഓക്കെ, മിക്സഡ് സപ്ലൈ എന്ന് പറയുമ്പോൾ നമുക്ക് ഹയസ്റ്റ് റേറ്റ് ആണ് എടുക്കേണ്ടത്. കോമ്പോസിറ്റ് സപ്ലൈ എന്ന് പറയുമ്പോൾ അതിൽ പ്രിൻസിപ്പൽ സപ്ലൈ ഏതാണോ, ഏത് ആവശ്യത്തിനാണോ പോയത്. ഇപ്പോൾ നമ്മൾ എന്താ പറയുക, ഒരു വണ്ടി സർവീസ് ചെയ്യാനാണ് പോണെന്നുണ്ടെങ്കിൽ അവിടെ സർവീസ് ചെയ്യുക മാത്രമേ അവർ ചെയ്യുള്ളൂ. എന്തെങ്കിലും ഒരു സാധനം പാർട്സ് വേണമെന്നുണ്ടെങ്കിൽ അവർ കൊണ്ടുവന്ന് വാങ്ങിച്ച് അത് ഫിറ്റ് ചെയ്ത് നമുക്ക് റെഡിയാക്കി തരും, അല്ലേ? അതിന് നമ്മൾ ആ ഗുഡ്സ് വാങ്ങിച്ച് നമ്മൾ കൊടുക്കേണ്ടി വരാറില്ല, അവർ തന്നെയാണ് എല്ലാം സെറ്റാക്കി തരാറ്. ചിലപ്പോൾ
എന്താണ് സർവീസിനേക്കാളും കൂടുതൽ ഗുഡ്സിന് പ്രൈസ് ആയിട്ടുണ്ടാവും അല്ലെ, എന്തെങ്കിലും ഒരു സാധനത്തിന് പ്രൈസ് ആയിട്ടുണ്ടാവും അവിടെ. ആ വണ്ടിയുടെ ഏതെങ്കിലും ഒരു പാർട്സിന് സർവീസ് ചെയ്യണേൽ എമൗണ്ട് വന്നിട്ടുണ്ട്. മിക്കവർക്കും അറിയാൻ പറ്റും, വണ്ടികളിലെ എന്ത് വണ്ടികളിലെ എല്ലാവർക്കും അറിയാൻ പറ്റും അല്ലേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഗുഡ്സിൻ്റെ റേറ്റാണ് കൊടുക്കുക. അല്ല, നമ്മൾ എന്തിനാ പോയത്? പ്രിൻസിപ്പൽ ഇതെന്താണ്, നമുക്ക് സർവീസിനാണ് പോയത്. അതുകൊണ്ട് സർവീസിൻ്റെ റേറ്റേ അവിടെ എടുക്കുകയുള്ളൂ. ഓക്കെ, അത് മനസ്സിലാക്കിയിരിക്കുക. ഇനിയുള്ളതാണ് ഞാൻ പറഞ്ഞതിൽ ഇത്തിരി ബോറിംഗ് ആയിട്ടുള്ള സംഭവങ്ങൾ. ഇത്തിരി ബോറിംഗ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് നോക്കാം അല്ലേ. നമുക്കത് എങ്ങനെ പഠിക്കാമെന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമുക്കിതിൽ പഠിക്കാൻ പോണാണ് റിവേഴ്സ് ചാർജ് എന്നുള്ളത്, റിവേഴ്സ് ചാർജ് മെക്കാനിസം. ഓക്കെ, റിവേഴ്സ് ചാർജാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ റിവേഴ്സ് ചാർജ് എന്താണെന്ന് അറിയാനായിട്ട് നമ്മൾ നോർമലി നമ്മൾ എന്താ ചെയ്യണമെന്നുള്ളത് ആദ്യം അറിയണം. ഓക്കെ, ഈ ഒരു കസ്റ്റമർ എന്ത് ചെയ്യുന്നു, നമ്മൾ പോയി സപ്ലയറുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും പർച്ചേസ് ചെയ്യുന്നു. പർച്ചേസ് ചെയ്യാൻ നേരത്ത് നമ്മൾ എന്ത് ചെയ്യും, ടാക്സ് നമ്മുടെ കയ്യിൽ വെച്ചിട്ട് ആ പർച്ചേസ് പ്രൊഡക്റ്റ് എത്രയാണോ അത് മാത്രമാണോ പേ ചെയ്ത് വന്നത്? അല്ല അല്ലേ. നമ്മൾ അതിൽ പ്രൈസിൽ എത്രയാണ് ഇൻക്ലൂഡഡ് ആയിട്ടിരിക്കണത്, അത് ടാക്സും കൂടി ആയിരിക്കുള്ളൂ ആ പ്രൈസ് ഇൻക്ലൂഡ് ആയിട്ടിരിക്കണേ. ആ എമൗണ്ടാണ് നമ്മൾ അവർക്ക് കൊടുക്കുന്നത് അല്ലേ, സപ്ലയർക്ക് കൊടുത്തിട്ട് വരണത്. എന്താണ്, നമ്മളല്ലാണ്ട് ടാക്സ് എത്രയാണ് പിരിച്ചെടുത്തിട്ട് എമൗണ്ട് എത്രയാണെന്ന് പിരിച്ച് നോക്കിയിട്ടൊന്നുമല്ലല്ലോ കൊടുക്കണത്. നമ്മൾ എന്ത് ചെയ്യും, നമ്മളിപ്പോൾ ഒരു ബിസ്ക്കറ്റ് വാങ്ങുവാണെന്നുണ്ടെങ്കിൽ അതിൽ 10 രൂപ എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അതിൽ GST ഇൻക്ലൂഡ് ആയിരിക്കും അല്ലേ. അപ്പോൾ ആ GST എത്രയാണെന്നൊന്നും നമ്മൾ നോക്കാതെ 10 രൂപ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടാണ് വരണത്. എന്നിട്ട് അപ്പോൾ ആ ടാക്സ് എന്ത് ചെയ്യും, നമ്മൾ ടാക്സ് അടക്കണതിനെ കുറിച്ച് വല്ലതും ചിന്തിക്കാറുണ്ടോ? ഇല്ല, അത് അവർ കൊണ്ടുവന്ന് അടച്ചോളും അല്ലേ. ആരുടെ നിന്നാണ് നമ്മൾ വാങ്ങിയത് അവരാണ് അതിൻ്റെ ടാക്സ് നോക്കണത്. നോർമലായിട്ട് എല്ലാ കേസിലും അങ്ങനെ. ഇപ്പോൾ നമ്മൾ എന്ത് സാധനം കടയിൽ പോയി വാങ്ങിച്ചാലും അങ്ങനെയല്ലേ. നമ്മൾ അതിൻ്റെ ടാക്സ് എമൗണ്ട് കൊടുക്കാതെ ഇരുന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ ടാക്സ് റേറ്റ് കൊണ്ടുവന്ന് ഗവൺമെൻറ്റിന് അടക്കുന്നുണ്ടോ? ഇല്ല, എല്ലാം ആരുടെ നിന്ന് പർച്ചേസ് ചെയ്യുന്നോ അവരുടെ ആണ് അടക്കുന്നത്. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ സാധാരണ ചെയ്യണതിനെയാണ് ഫോർവേഡ് ചാർജ് എന്ന് പറയുന്നത്. അതിനെയാണ് ഫോർവേഡ് ചാർജസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി റിവേഴ്സ് ചാർജസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. ഇപ്പോൾ പറഞ്ഞതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്. അതായത് നമ്മളിപ്പോൾ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ആരുടെ നിന്നെങ്കിലും പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ആ പർച്ചേസ് ചെയ്യണ എമൗണ്ട് മാത്രമേ കൊടുക്കുകയുള്ളൂ. എന്നിട്ട് ടാക്സ് എന്ത് ചെയ്യും, ടാക്സ് നമ്മളെടുക്കും. നമ്മൾ കൊണ്ടുപോയി അത് ഗവൺമെൻറ്റിനെ പേ ചെയ്യും. അതിനെയാണ് റിവേഴ്സ് ചാർജ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഫസ്റ്റ് കേസും സെക്കൻഡ് കേസും. അതായത് നോർമലി നമ്മൾ ചെയ്യണത് എന്താണ്, നമ്മൾ ആരിൽ നിന്ന് പർച്ചേസ് ചെയ്തോ അവർക്ക് അതിൻ്റെ ടാക്സ് എമൗണ്ടും കൊടുത്തിട്ട് പിന്നെ നമ്മൾ ടാക്സിനെ കുറിച്ച് ചിന്തിക്കണേ ഇല്ല. അവരാണ് അത് കൊണ്ടുപോയി ഗവൺമെൻറ്റിന് പേ ചെയ്യണത് അല്ലേ. ഇത് ഈ റിവേഴ്സ് ചാർജിൽ എന്താ ചെയ്യണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളാണ് പോയി പർച്ചേസ് ചെയ്യണത്. ആ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, എമൗണ്ട് കൊടുക്കുമ്പോൾ ഇതിൻ്റെ ഗുഡ്സിൻ്റെ അല്ലെങ്കിൽ ആ സർവീസിൻ്റെ എമൗണ്ട് മാത്രമേ കൊടുക്കുകയുള്ളൂ. ടാക്സ് എന്ത് ചെയ്യും, നമ്മുടെ കയ്യിൽ തന്നെ വെക്കും. എന്നിട്ട് നമ്മളാണ് ഗവൺമെൻറ്റിന് പേ ചെയ്യണത്. അതിനെയാണ് റിവേഴ്സ് ചാർജ് എന്ന് പറയുന്നത്. ഇതിൽ ചില പ്രോഡക്റ്റിന് മാത്രം. അപ്പോൾ ഏതിനാണ് റിവേഴ്സ് ചാർജ്, ഏതിനാണ് ഫോർവേഡ് ചാർജ് എന്ന് എങ്ങനെ അറിയാം? അല്ലെങ്കിൽ ഞങ്ങളിങ്ങനെ കേട്ടിട്ടില്ലല്ലോ, നമ്മളിങ്ങനെ ചെയ്തിട്ടില്ലല്ലോ എന്നൊക്കെ ആയിരിക്കും ഇപ്പോൾ ചിന്തിക്കണം അല്ലേ. ഇതിൽ കുറച്ച് പ്രോഡക്ട്സ് പറയുന്നുണ്ട്, ഗുഡ്സ് സർവീസസ് ആയാലും എല്ലാം അതിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിന് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യും, റിവേഴ്സ് ചാർജ് ആപ്ലിക്കബിൾ ആവുന്നത്. ബാക്കി എല്ലാ കേസിനും നമ്മൾ നോർമലി ചെയ്യണ പോലെ ഫോർവേഡ് ചാർജസ് ആണ് അപ്ലൈ ആവണത്. ഓക്കെ, ഇതിൽ പറയണ കുറച്ച് പ്രോഡക്റ്റ് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, റിവേഴ്സ് ചാർജ് മെക്കാനിസം വരുന്നുള്ളൂ. അതിന് മാത്രം നിങ്ങൾ റിവേഴ്സ് ചാർജിൽ ചെയ്താൽ മതി. ബാലൻസ് എന്തൊക്കെയുണ്ടോ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഫോർവേഡ് ചാർജസിൽ കൊടുക്കുക. സാധാരണ നമ്മൾ കൊടുക്കണ പോലെ അവർക്ക് ടാക്സും കൂടി ചേർത്ത് പേ ചെയ്തിട്ട് പോരുക. ഇതിൽ പറയണതിന് നമ്മൾ അത് റിവേഴ്സ് ചാർജ് യൂസ് ചെയ്തേ പറ്റൂ. ഓക്കെ, ഇപ്പോൾ റിവേഴ്സ് ചാർജസ് എന്താണെന്നുള്ളത് ഒരു ഐഡിയ വന്നില്ലേ. ഇനിയാണ് നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ പോണത്. ഏതൊക്കെ പ്രോഡക്റ്റാണ് അതിനുള്ളതെന്നുള്ളത് പറയണ്ടേ. അപ്പോൾ അത് പറയാൻ നേരത്താണ് നമുക്ക് ഇത്തിരി ബോറിംഗ് ആയിട്ട് പറഞ്ഞത്. ഓക്കെ, റിവേഴ്സ് ചാർജ് എന്താണെന്നുള്ളത് ഇതിൽ കൊടുത്തിട്ടുണ്ട്. എന്താണ്? ഇറ്റ് മീൻസ് ദ ലയബിലിറ്റി ടു പേ ടാക്സീസ് ഓൺ ദ റെസിപ്പിയൻറ്റ് ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഇൻസ്റ്റെഡ് ഓഫ് ദ സപ്ലൈ ഓഫ് സച്ച് ഗുഡ്സ് ഓർ സർവീസസ് ഇൻ റെസ്പെക്ട് ഓഫ് നോട്ടിഫൈഡ് കാറ്റഗറി ഓഫ് സപ്ലൈ. സർവീസിന് മാത്രമല്ല ഗുഡ്സിനും രണ്ടെണ്ണത്തിനും നമ്മൾ എന്ത് പറയുന്നുണ്ട്, റിവേഴ്സ് ചാർജ് ആപ്ലിക്കബിൾ ആണ്. ഓക്കെ, ഇനി
ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ട് സെക്ഷൻ 9 ലെവി ആൻഡ് കളക്ഷൻ എന്ന് പറഞ്ഞ് 91, 92, 93, 94, 95 ഇതാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ 91, 92 എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണ്. അത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി, അത്രയേ ഉള്ളൂ. ഫോർവേഡ് ചാർജ് എന്താണ്, GST ലെവി ചെയ്യാത്തത് ഏതൊക്കെയാണ്, അതാണ് 91, 92 പറയണത്. അത് പ്രത്യേകിച്ചൊന്നുമില്ല, കാരണം നമ്മൾ ഈ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞ കാര്യങ്ങളാണ് 91, 92 പറഞ്ഞത്. അതുകൂടി ഞാൻ കയറ്റി ഇതിലോട്ട് ഇൻക്ലൂഡ് ചെയ്ത് അത് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യാൻ നിന്നാൽ നിങ്ങളെന്നെ ഓടിച്ചിടും, നിങ്ങളവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് പോകും. അതുകൊണ്ട് ഞാനത് കയറ്റുന്നില്ല. എന്ത് ചെയ്യണം, നമുക്ക് 93, 94, 95 ഇത് എന്താ പറയുക, ഇത് സാമാന്യം ബോറിംഗ് ആണ്. പിന്നെ ഇനി ഇല്ലാത്തതും കൂടി നമ്മൾ പഠിച്ചതും കൂടി തിരിച്ചു വലിച്ചു കയറ്റണം എന്തിനാ, അല്ലേ? ഇതേ നല്ല ബോറിംഗ് ആണ്. അപ്പോൾ അത് വിചാരിച്ച് തന്നെ ഇരിക്കണ്ട. പക്ഷെ നമുക്കതെങ്ങനെ സിമ്പിളാക്കാം എന്നുള്ളത് നമ്മൾ നോക്കാം. കാരണം അതിൻ്റെ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കണം. ഇതുകൊണ്ടാണ് ഇതിങ്ങനെ വരണത്, ഓക്കെ, ഇതിനൊക്കെയാണ് നമ്മളിങ്ങനെ കൊടുക്കുന്നത് എന്നുള്ള കോൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ജയിച്ചു. ബാക്കി പ്രശ്നമില്ല. ഓക്കെ, അതിൽ ഫസ്റ്റ് എന്താണ്, ടാക്സ് പേബിൾ ഓൺ റിവേഴ്സ് ചാർജ് ബേസിസ് 9(3). 9(3)ൽ ഫസ്റ്റ് ഉള്ളത് റിവേഴ്സ് ചാർജ് ഇൻ റെസ്പെക്ട് ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സിനുള്ളതാണ്. സപ്ലൈ ഓഫ് ഗുഡ്സിന് പറഞ്ഞതാണ് റിവേഴ്സ് ചാർജ് 9(3)ൽ പറഞ്ഞത്. ഓക്കെ, ഏതൊക്കെയാണെന്ന് നോക്കാം. അതായത് ക്യാഷ് നെറ്റ്, നോ ഷെൽഡ് ഓർ പീൽഡ്, അല്ലേ? അതായത് നമ്മൾ ഈ പറയാറില്ലേ, എവിടെയാണ്, ആലപ്പുഴ കൊല്ലം ആ ഭാഗത്തൊക്കെ എന്താണ് ക്യാഷ് നെറ്റൊക്കെ ഉണ്ടായിട്ട് അവിടെയല്ലേ ക്യാഷ് നെറ്റ് ഫാക്ടറി അതൊക്കെ ഉള്ളത്. അപ്പോൾ അവിടെ എന്നൊക്കെ എന്ത് ചെയ്യും, ക്യാഷ് നെറ്റ് എടുത്ത് അതൊരു വീട്ടിൽ കുടിൽ വ്യവസായം, അല്ലേ? അങ്ങനെ വീട്ടിലിരുന്ന് തന്നെ ഓരോരുത്തർ ചെയ്യാനാണ്. എന്താ പറയുക, ക്യാഷ് നെറ്റ് അവരുടെ വീട്ടിൽ നിന്ന് എടുത്തിട്ട് വരിക, അതിൻ്റെ ഷെല്ല്, അല്ലേ? നമ്മൾ ചെറുതിലെ, അതായത് ഞങ്ങളൊക്കെ ചെറുതിലെ, ഞങ്ങൾ കുട്ടികളായിരുന്ന സമയത്ത്, ആ സമയത്തൊക്കെ ഇതേപോലെ ക്യാഷ് നെറ്റിൻ്റെ കുറേ മരങ്ങളുണ്ടായിരുന്നു. ആ സമയത്ത് നിറയെ പറമ്പുകൾ ഇതൊക്കെ ഉണ്ടായി. ഇപ്പോഴാണല്ലോ സിറ്റിയൊക്കെ ആയേ. അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഞങ്ങളിങ്ങനെ ക്യാഷ് നെറ്റിൻ്റെ ആ ഫ്രൂട്ട് കഴിച്ചിട്ടുണ്ടോ? നട്ട്സ് അല്ലാണ്ട് അതിൻ്റെ ഫ്രൂട്ട് ഉണ്ട്, ഒരു ഇത്തിരി ചവർപ്പും മധുരവും ഒക്കെ ആയിട്ടുള്ള നല്ല ജ്യൂസി ആയിട്ടുള്ള ഒരു ഫ്രൂട്ട്. എല്ലാവരും കഴിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല. ഞാൻ മിക്കവരോട് ചോദിച്ചിട്ട് മിക്കവരും ഈ തലമുറയിലുള്ള ആരും അങ്ങനെ കഴിച്ചിട്ടില്ല. ഓക്കെ, അതൊരു രസമാണ്. ഇത്തിരി ചവർപ്പും ഇത്തിരി മധുരമൊക്കെയുള്ള ആ ഫ്രൂട്ട് കഴിച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ ക്യാഷ് നെറ്റ് കിട്ടും. ക്യാഷ് നെറ്റ് അത് അങ്ങനെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റില്ല. നമ്മളെന്ത് ചെയ്യും, നമ്മളത് പണ്ടൊക്കെ ഞങ്ങൾ എന്ത് ചെയ്യും, അത് കുറേ ആയി കഴിയാൻ നേരത്തേക്കും അതിങ്ങനെ കനൽ കൂട്ടിയിടും, കനൽ ഉണ്ടാക്കും, തീ കത്തിച്ച് അതിൻ്റെ കനലുണ്ടാക്കും. കനലുണ്ടാക്കിയിട്ട് അതിലേക്ക് ഇതെടുത്തിടും. നമ്മൾ ഓവർ ആ തീ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇടാൻ പാടില്ല. ഞങ്ങൾ പിള്ളേരായിരുന്നപ്പോൾ അതും ചെയ്തിട്ടുണ്ട്. കാരണം എന്താ, തീ കത്തിക്കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് വേവട്ടെ എന്നും പറഞ്ഞ് അതിലോട്ട് എടുത്തിട്ട് അന്ന് ചെയ്യും, അതങ്ങനെ തന്നെ അങ്ങോട്ട് കരിഞ്ഞു പോവും. ഇതേപോലെ കനലിലേക്ക് എടുത്ത് ചുട്ടെടുത്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഷെല്ല് എന്ത് ചെയ്യും, നല്ല കല്ല് വെച്ച് നന്നായിട്ട് ഇടിച്ചിട്ട് ആ ഷെല്ലും മാറ്റും. അത് കഴിയുമ്പോൾ ഒരു കറുത്ത, അത് കാരണം ചുട്ട് കഴിയുമ്പോൾ പിന്നെ കറുത്ത ഇതിലാണല്ലോ, അല്ലെങ്കിൽ അത് ബ്രൗൺ ആണെന്ന് തോന്നുന്നു. അതിൽ കറുത്ത ആ ഒരു ഷെല്ല് ഇതുണ്ടാവും, ഒരു കവറിങ് ഉണ്ടാവും. ആ കവറിങ് എടുത്ത് മാറ്റും, ഫീൽ ചെയ്യും. എന്നിട്ട് എടുത്ത് ആ നട്ട്സ് തിന്നും. അത് ഇനി എത്ര നട്ട്സ് കിട്ടിയാലും എത്ര നട്ട്സ് കഴിച്ചാലും ആ കുഞ്ഞിൽ ഇതേപോലെ ചെയ്ത് കഴിച്ചതിൻ്റെ ഒരു ടേസ്റ്റ് സത്യത്തിൽ എനിക്ക് കിട്ടിയേ ഇല്ല. ഉറപ്പായിട്ട് അത്രയും ടേസ്റ്റ് നമ്മുടെ ജീവിതത്തിൽ അത്രയും നല്ല 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 മുഹൂർത്തങ്ങളാണത്. അതിനി അത് വരികയില്ല. അത് ക്യാഷ് നെറ്റ് ഇങ്ങനെ ഷെല്ലില്ലാണ്ട് പീലില്ലാണ്ട് ചെയ്തൊക്കെ കൊടുക്കണമെന്നൊക്കെ പറയുമ്പോൾ അതാണ് ഓർമ്മ വരുള്ളൂ. ശരിക്കും അതിൻ്റെ ടേസ്റ്റ് ഇനി എത്ര നട്ട്സ് കഴിച്ചാലും എങ്ങനെയൊക്കെ കഴിച്ചാലും അത് കിട്ടില്ല. ആ കുഞ്ഞുനാളത്തെ ആ ഒരു ഓർമ്മ തന്നെയാണ്, അല്ലേ? എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പം അതേപോലെയുള്ള നമ്മളുടെ വിഷയത്തിലോട്ട് വരാം. എന്താണ്, നമ്മൾ അതേപോലെ ഉള്ള വീട്ടിൽ തന്നെ, ആ ഭാഗങ്ങളിൽ വീട്ടിൽ തന്നെ ഇരുന്ന് എല്ലാവരും ഇതേപോലെ ചെയ്ത് പാക്ക് ചെയ്ത് കൊടുക്കും. ഓക്കെ, അപ്പോൾ അവരെന്ത് ചെയ്യും, അവർ ഏതെങ്കിലുമൊക്കെ കടയിൽ കൊണ്ടുപോയി അങ്ങനെയൊക്കെ കൊടുത്താണ് വരുമാന മാർഗം കൊടുക്കുന്നത്. ഇനി ഇപ്പം അവരുടെ കയ്യിൽ നിന്ന് അവരുടെ അടുത്ത് കടയിൽ കൊണ്ടുപോയി കൊടുക്കാൻ നേരത്ത് നമ്മൾ പറയുവാണ്, ശരി നിങ്ങൾ ഈ പണിയൊക്കെ ചെയ്യണ്ടല്ലോ, അതിന് GST അടക്ക്, അല്ലെങ്കിൽ GST ഇതാ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് GST അടക്കുന്നൊക്കെ അവരോട് പോയി ഗവൺമെൻറ് അവരോട് പറയുവാണെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, അവരടക്കുമോ? എന്താ GST എന്നേ അറിയാൻ പാടില്ല, അല്ലേ? മിക്കവർക്കും അതറിയില്ലായിരിക്കും. അപ്പോൾ പോയി അവരോട് GST ഒക്കെ അടക്കാൻ പറഞ്ഞാൽ അവരടക്കാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യും നമുക്കപ്പോൾ അതിൽ നിന്ന് GST ഗവൺമെൻറ്റിന് വരുമാനം കിട്ടാനായിട്ട് ഒരു വഴിയില്ല. അപ്പോൾ ഗവൺമെൻറ് എന്ത് ചെയ്തെന്നറിയാവോ, അത് അവരിൽ നിന്ന് രജിസ്റ്റേർഡ് പേഴ്സൺസ് വാങ്ങും.
ഓക്കെ. രജിസ്റ്റർ, അതായത് GST രജിസ്റ്റർ ചെയ്തിട്ടുള്ള രജിസ്റ്റേർഡ് പേഴ്സൺസ് അവരിൽ നിന്ന് ബൾക്കായിട്ട് ഓർഡർ വാങ്ങും. അങ്ങനെ വാങ്ങുവാണെന്നുണ്ടെങ്കിൽ അവർ ടാക്സ് അടക്കണം. അങ്ങനെ അവരിൽ നിന്ന് വാങ്ങണ ആ ഒരു ക്വാണ്ടിറ്റി, ആ ഒരു എമൗണ്ടിനുള്ള ടാക്സ് ആരാണോ വാങ്ങണത്, റെസിപ്പിയൻ്റ് ആരാണോ, സാധാരണ കേസിൽ ആരാണ്, നമ്മൾ സാധാരണ പോയി വാങ്ങുവാണെന്നുണ്ടെങ്കിൽ നമ്മളല്ല ടാക്സ് അടക്കണേന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഇത് വാങ്ങണവർ തന്നെ ടാക്സ് അടക്കണം. അതാണ് ഈ റിവേഴ്സ് ചാർജ്. ഓക്കെ. അപ്പോൾ ഏതെങ്കിലും രജിസ്റ്റേർഡ് പേഴ്സണെ നമുക്കതിൽ എടുക്കാൻ പറ്റുള്ളൂ അല്ലേ. അൺരജിസ്റ്റേർഡ് പേഴ്സണൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാനേ പറ്റില്ല. അപ്പോൾ രജിസ്റ്റേർഡ് പേഴ്സണ് കറക്റ്റായിട്ട് കണക്കും കാര്യങ്ങളൊക്കെ എത്ര പർച്ചേസ് എത്ര ഇതെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ആ രജിസ്റ്റേർഡ് പേഴ്സൺ ആരെങ്കിലും ഉണ്ടോ, ഇവരിൽ നിന്ന് ആരെങ്കിലും വാങ്ങിക്കുന്നുണ്ടോ, അപ്പോൾ അതിനുള്ള GST കൊണ്ടുപോയി ഗവൺമെൻറ്റിന് അടച്ചു നോക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ഈ റിവേഴ്സ് ചാർജ്. ഇപ്പം എന്തുകൊണ്ടാണെന്നുള്ള ഒരു ഐഡിയ മനസ്സിലായോ. കാരണം ഇങ്ങനെ വീട്ടിലിരുന്നൊക്കെ ഇങ്ങനത്തെ ബിസിനസ്സൊക്കെ ചെയ്യണവർക്ക് അവരോട് പോയി അതിന് നിങ്ങൾ ആർക്കെങ്കിലും വിൽക്കുവാണെന്നുണ്ടെങ്കിൽ അതിനുള്ള GST ഇത്ര പെർസെൻറ്റേജ് ആണ്, അത് നിങ്ങൾ കളക്ട് ചെയ്തിട്ട് നിങ്ങൾ GST സൈറ്റിൽ കയറി എൻറ്റർ ചെയ്ത് അതിന് രജിസ്ട്രേഷൻ എടുത്ത് അതിന് പോയി പാസ്വേഡ് എടുത്ത് അതിന് ID ഒക്കെ ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾ മാസം മാസം ഇത് GST പേ ചെയ്യേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അത് നടക്കണ കാര്യമാണ്. അതിലും ഭേദം ഇവർ ഈ പണി വിട്ട് വേറെ പണിക്ക് പോകാമെന്ന് വിചാരിക്കും അല്ലേ. അപ്പോൾ അത് കാരണം അത് അവരെ ബുദ്ധിമുട്ടിക്കണേ ശരിയല്ല എന്ന് വിചാരിച്ചിട്ട്, പക്ഷേ ഗവൺമെൻറ്റിന് ടാക്സ് കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്, ആരാണോ വാങ്ങണത് രജിസ്റ്റേർഡ് പേഴ്സൺ ആയിരിക്കണം, ആ രജിസ്റ്റേർഡ് പേഴ്സണിൽ നിന്ന് ഗവൺമെൻറ് GST കളക്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഓക്കെ. അതെന്താണ് കാരണമെന്നും എങ്ങനെയാണ് GST വരണതെന്നും എന്തുകൊണ്ടാണ് റിവേഴ്സ് ചാർജ് വന്നതെന്നുള്ള ഇതൊക്കെ മനസ്സിലായില്ലേ. ഓക്കെ. ഇനി അടുത്തത് ബീഡി. ബീഡി നമ്മൾ പറയില്ലേ, സിഗരറ്റ് അല്ല, മറ്റേ ഒരു എണ്ണം ബീഡി എന്ന് പറഞ്ഞ് ഒരു ഇലയിൽ ഇങ്ങനെ പൊതിഞ്ഞൊക്കെ ചെറിയൊരു നൂല് വെച്ച് കെട്ടി അങ്ങനെയൊക്കെ വിരിക്കില്ലേ. പണ്ട് ആ ഇല ഉണങ്ങിയ സൈസ് ഇലയല്ലേ, ആ ഇലയുടെ കളറിൽ തന്നെയാണ് ഒരു പാക്ക് ഉണ്ടാവുമായിരുന്നു. ഒരു ചെറിയൊരു കൈപ്പിടിയിൽ ഒതുക്കാൻ പറ്റിയ ഒരു ചെറിയൊരു പാക്ക്. ആ കൈപ്പിടി മീൻസ് ആ വിരലിനോടുള്ള പാക്ക്, അത്രേ ഉണ്ടുള്ളൂ, കൈപ്പിടിയല്ല, വിരലിനോടുള്ള പാക്ക്. ആ പാക്കിൽ ഏതോ ഒരു കമ്പനിയുടെയൊക്കെ ഓറഞ്ച് കളറോ റെഡ് കളറോ ഏതോ ഒരു കമ്പനിയുടെ ചെറിയൊരു അതിൻ്റെ പേരും അതിൽ ഇട്ടിട്ടുണ്ടാവും. ഏതാണെന്ന് ഞാൻ ഓർക്കണല്ലോ, ചെറുതിൽ അതങ്ങനെ കാണുമായിരുന്നു. കാരണം അവരൊക്കെ എന്താണ്, രജിസ്റ്റേർഡ് പേഴ്സണാണ്. ബീഡിയൊക്കെ വാങ്ങിക്കണ രജിസ്റ്റേർഡ് പേഴ്സൺ, അത് വിൽക്കണ രജിസ്റ്റേർഡ് പേഴ്സണാണ്. അപ്പം ഇതും ബീഡികളും നമുക്ക് എന്താണ് ഈ കുടിൽ വ്യവസായം പോലെ ഈ ക്യാഷ്നെറ്റ് പറഞ്ഞ പോലെ തന്നെ ബീഡികൾ ചെയ്യുന്നുണ്ട് അല്ലേ. നമ്മുടെ ഈ ഇലക്ഷൻ സമയത്ത് തന്നെ നമ്മളിപ്പോൾ ഈ ടൈമിൽ എന്താണ് നമ്മുടെ TV വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഓരോ സ്ഥാനാർത്ഥികൾ ഇങ്ങനെയുള്ളവരുടെയൊക്കെ വീട്ടിൽ പോണതും വോട്ട് ചോദിക്കണതും, അപ്പോൾ അവരുടെ ഈ പണി, അതായത് ആ ഇതിലേക്ക് മരുന്ന് വെച്ച് അത് നൂലുകൊണ്ട് തീർത്ത് അങ്ങനെയൊക്കെ കെട്ടണതും ഒക്കെ നമ്മൾ അപ്പോൾ ഇപ്പോൾ കൂടി കാണിച്ചിട്ടുണ്ടായിരുന്നു. ഒരു 2-3 ആഴ്ച മുന്നേ വരെയൊക്കെ ടിവിയൊക്കെ ന്യൂസൊക്കെ കണ്ട് ശ്രദ്ധിക്കണവരാണെങ്കിൽ അതറിയാൻ പറ്റും. അതിരിക്കണതും എന്താണ്, ഇങ്ങനെ വീട്ടിലിരുന്നാണ് അത് ചെയ്യണത് അല്ലേ. അവരുടെ അടുത്തും ഇതേപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു ബീഡി വാങ്ങിച്ചുകൊണ്ട് പോകുമ്പോൾ എത്രയാണെന്നുള്ള GST കൊണ്ടുപോയി അടക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരടക്കുമോ? ഇല്ല അല്ലേ. അവർക്ക് പാവങ്ങൾക്ക് അതേ തന്നെ ഒരു രക്ഷയില്ലാണ്ടിരിക്കുക. രാവിലെ തുടങ്ങി രാത്രി വരെ ഇത് തീർത്താലും എന്ത് വില കിട്ടാനാ അല്ലെ, ഒന്നും കിട്ടാനില്ല. അപ്പോൾ അവരോട് പോയി ഇതൊക്കെ പറഞ്ഞാൽ നടക്കണ കാര്യമല്ല. അപ്പോൾ ഗവൺമെൻറ്റിന് ടാക്സ് മേടിക്കാനായിട്ടാണ് ഇതേപോലെ രജിസ്റ്റേർഡ് ആയിട്ട്, കാരണം ഇവരുടെ കയ്യിൽ നിന്ന് മൊത്തത്തിൽ വാങ്ങിച്ചിട്ട് പോയി രജിസ്റ്റേർഡ് ആയിട്ടുള്ള കുറച്ച് പേര് ഇത് അവരുടെ ബ്രാൻഡ് നെയിമിൽ ഇത് കൊണ്ടുപോയി സപ്ലൈ ചെയ്യും. ഓക്കെ. അപ്പം അങ്ങനെയുള്ളവരുടെ അടുത്ത് ഇതെന്ത് ചെയ്യും, GST പേ ചെയ്യാനായിട്ട് ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് അവിടെ റിവേഴ്സ് ചാർജ് വരണത്. മനസ്സിലായില്ലേ. ഇനി അതേപോലെ തന്നെയാണ് ടൊബാക്കോ ലീവ്സിൻ്റെ കാര്യം. ടൊബാക്കോ ലീവ്സും എന്താണ്, ഇതേപോലെ തന്നെ അഗ്രികൾച്ചറിൻ്റെ നിന്ന് വാങ്ങിച്ചിട്ട് ഇങ്ങനെ ചെയ്യണവരുടെ നിന്ന് വാങ്ങിച്ചിട്ട് രജിസ്റ്റേർഡ് പേഴ്സൺ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ രജിസ്റ്റേർഡ് പേഴ്സൺ ആണ് അവർക്ക് ടാക്സ് പേ ചെയ്യണത്. അപ്പോൾ ഇപ്പോൾ ഇത്രയും നിങ്ങൾക്ക് ഐഡിയ കിട്ടിയോണ്ട് ഇനി ഞാനൊന്ന് ഓടിച്ചു പോവാം. ഓക്കെ. അപ്പോൾ ക്യാഷ്നെറ്റ്, നോ ഷെൽഡ് ഓർ പീൽഡ് അഗ്രികൾച്ചർസിൻ്റെ വാങ്ങിച്ചിട്ട് രജിസ്റ്റേർഡ് പേഴ്സൺ ആണ് ടാക്സ് ചെയ്യണത്. ബീഡിയും അതേപോലെ തന്നെ രജിസ്റ്റേർഡ് പേഴ്സൺ എന്തെങ്കിലും വാങ്ങുവാണെങ്കിൽ അവരാണ് ടാക്സ് അടക്കേണ്ടത്. ടൊബാക്കോ ലീവ്സും അഗ്രികൾച്ചറിൽ നിന്ന് വാങ്ങിച്ചിട്ട് രജിസ്റ്റേർഡ് പേഴ്സൺ ആണ് ടാക്സ് അടക്കേണ്ടത്. അതേപോലെ സിൽക്കിയ, പട്ടുനൂൽ ഇതില്ലേ, ആ സംഭവവും അതേപോലെ തന്നെ എന്താണ്, അതും ഓരോരുത്തരും ഇങ്ങനെ ചെയ്യുന്നുണ്ടായിരിക്കും. അതും എന്താണ്, അവരിൽ നിന്നും വാങ്ങണ രജിസ്റ്റേർഡ് പേഴ്സൺ ആണ് കൊണ്ടുപോയി
ടാക്സ് പേ ചെയ്യേണ്ടത്. ഓക്കെ, അതേപോലെ റോ കോട്ടനും അതേപോലെ തന്നെയാണ്. അഗ്രികൾച്ചറിസ്റ്റ് വാങ്ങിച്ചിട്ട് ഏതെങ്കിലും ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ ആണ് ഇത് ചെയ്യേണ്ടത്. ഓക്കെ, ഇത് ഇത്രയും നമ്മൾ ഓർത്ത് വയ്ക്കുക. കാഷ്നട്ടും ബീഡിയും ടൊബാക്കോയും സിൽക്യാമും റോ കോട്ടനും എല്ലാം ഇതാണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക. അഗ്രികൾച്ചറിന് വാങ്ങിച്ചിട്ട് രജിസ്റ്റേർഡ് പേഴ്സൺ ആണ് ടാക്സ് പേ ചെയ്യണമെന്ന് ഓർത്ത് വയ്ക്കുക. ഇനി നമ്മൾ ഇപ്പോൾ മൂന്നാറ്, കൊടൈക്കനാൽ ഒക്കെ അല്ലെങ്കിൽ ഊട്ടി കൂടി ഉണ്ടെന്ന് തോന്നുന്നു ഒക്കെ പോകാൻ നേരത്ത് നമുക്ക് പല തരത്തിലുള്ള എസെൻഷ്യൽസ് ഓയിലൊക്കെ കാണാറുണ്ട്. ഓക്കെ, പെപ്പർമിൻറ്റ് ഓയിൽ അല്ലേ, വാട്ടർ മിൻറ്റ് ഓയിൽ, അങ്ങനെ പല തരത്തിലുള്ള ഓയിലുകൾ കാണാറുണ്ട്. ആ ഓയിലൊക്കെ വിൽക്കണത് എന്തായിരിക്കുള്ളൂ? രജിസ്റ്റേർഡ് പേഴ്സൺ ആയിരിക്കും ആ വഴിയോരങ്ങളിൽ ഇരുന്ന് വിൽക്കണത്? അല്ല അല്ലേ? ഇതേപോലെ ഈ പറഞ്ഞ പോലെ മുന്നേ നമ്മൾ പറഞ്ഞ പോലെയുള്ള അൺരജിസ്റ്റേർഡ് പേഴ്സൺസ് ആയിരിക്കും അത് വിൽക്കണത്. അപ്പോൾ അവരിൽ നിന്ന് ആരെങ്കിലും ഇപ്പോൾ ഈ പറഞ്ഞ സാധനമൊക്കെ നമുക്ക് എന്താ നാച്ചുറൽ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാണ് അവിടെ നിന്ന് നമ്മൾ മേടിച്ചുകൊണ്ട് വരുന്നത് അല്ലേ. അപ്പോൾ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യും? ഇവിടെ നിന്ന് ഏതെങ്കിലും ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ പോയി അവരിൽ നിന്ന് ബൾക്കായിട്ട് വാങ്ങിച്ച് ഇവിടെ നമുക്കെല്ലാം കുറച്ചും കൂടി വില കൂട്ടിയൊക്കെ സപ്ലൈ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വാങ്ങിക്കണ രജിസ്റ്റേർഡ് പേഴ്സൺ ആണ് ഇതിന് ടാക്സ് പേ ചെയ്യേണ്ടത്. അല്ലാണ്ട് അൺരജിസ്റ്റേർഡ് പേഴ്സണെ കൊണ്ട് ടാക്സ് പേ ചെയ്യിക്കില്ല. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആ ഒരു കാര്യം മനസ്സിലായില്ലേ? സപ്ലൈ ഓഫ് ഗുഡ്സ് എന്നുള്ളതിൻ്റെ കാര്യം മനസ്സിലായില്ലേ? അതേപോലെയാണ് ലോട്ടറിക്കുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ലോട്ടറി ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് ഒക്കെ ഇപ്പോഴല്ല, കുറേ നാൾ മുന്നേ സെൻട്രൽ ഗവൺമെൻറ്റും പിന്നെ പല പ്രൈവറ്റ് ഏജൻസികളൊക്കെ ലോട്ടറികൾ ഉണ്ടായിരുന്നു. ആരൊക്കെയാണെന്നുള്ളതില്ല, ഓർമ്മയില്ല. അതുകൊണ്ട് പല പ്രൈവറ്റായിട്ട് അങ്ങനെയുള്ളവർക്കൊക്കെ നടത്തായിരുന്നു ലോട്ടറി. അപ്പോൾ എന്ത് ചെയ്തു, എന്നിട്ട് സെൻട്രൽ ഗവൺമെൻറ് അങ്ങനെയൊന്നും നടത്താൻ പാടില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ആ ലോട്ടറി എടുത്ത് ഓരോ സ്റ്റേറ്റ് ഗവൺമെൻറ് അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറിക്ക്, ലോക്കൽ അതോറിറ്റിക്ക് എല്ലാം കൊണ്ട് കൊടുത്തു. അവരാണ് നടക്കുന്നത്. ഇപ്പം നമുക്കറിയില്ലേ, കേരള ലോട്ടറി, കേരള ബമ്പർ, അങ്ങനെ ഓരോന്നും, കേരള സംസ്ഥാന ഭാഗ്യക്കുറി അല്ലേ, അങ്ങനെയുള്ള കുറേ ഇതിലേക്കില്ലേ. അപ്പോൾ അത് എന്താണ്, കേരള സംസ്ഥാനമാണ്, കേരള സ്റ്റേറ്റാണ് അതെടുത്ത് നടത്തുന്നത്, കേരള ഗവൺമെൻറ്. ഓക്കെ, അപ്പോൾ അതെടുത്ത് നടത്താൻ നേരത്തേക്കും നമ്മൾ എന്ത് ചെയ്യും? അത് കേരള ഗവൺമെൻറ് അത് ലോട്ടറിയൊക്കെ ഇത് വന്നു, അത് ലോട്ടറി ടിക്കറ്റൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നേരത്തേക്കും അവർ ഗവൺമെൻറ് തന്നെ നേരിട്ടല്ലല്ലോ വിൽക്കണത്. ഗവൺമെൻറ് എന്ത് ചെയ്യും? ഒരു ഏജൻസിക്കാണ് അത് കൊടുക്കണത് അല്ലേ. ലോട്ടറി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും വിൽക്കാനൊക്കെ വേണ്ടി എന്തായിരിക്കുള്ളൂ? ഒരു ഏജൻറ്റിനായിരിക്കും, ഒരു ഏജൻസിക്കായിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ ഗവൺമെൻറ് അവർക്ക് വിൽക്കുവാണ് അല്ലേ, ഏജൻസിക്ക് കൊടുക്കുവാണ്. അപ്പോൾ എന്ത് ചെയ്യണം? ഗവൺമെൻറ്റാണോ പോയി ടാക്സ് അടക്കാൻ പോണത്? ഗവൺമെൻറ് തന്നെ പോയി ടാക്സ് എടുക്കുമോ? ഇല്ല. എന്ത് ചെയ്യണം? അപ്പോൾ ഏജൻസിയാണ് ടാക്സ് അടക്കേണ്ടത്. ഏജൻസി എങ്ങനെ ടാക്സ് അടക്കണം? അവിടെ 2 ടാക്സ് വരും. എങ്ങനെ ടാക്സ് വരും എന്നറിയാവോ? ഒന്ന്, ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് ഏജൻസി വാങ്ങുവാണ്, ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് ഏജൻസി ടിക്കറ്റ് വാങ്ങുവാണ്. ടിക്കറ്റ് വാങ്ങാൻ നേരത്തെ എന്ത് ചെയ്യും? അവിടെ ഏജൻസിയാണ് ഗവൺമെൻറ്റിന് ടാക്സ് കൊടുക്കേണ്ടത്. പക്ഷേ അവിടെ ഗവൺമെൻറ് ആയതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? ഗവൺമെൻറ്റിന് അത് ടാക്സ് കൊടുത്ത് വാങ്ങാൻ പറ്റില്ല. ഗവൺമെൻറ്റിലേക്കുള്ള ടാക്സ് ഗവൺമെൻറ് കൊടുക്കേണ്ട ടാക്സ് നമ്മൾ തന്നെ പോയി GST സൈറ്റിൽ പോയി അടക്കണം. അപ്പോൾ ഗവൺമെൻറ്റിൽ നിന്ന് ഏജൻസി ടിക്കറ്റ് വാങ്ങാൻ നേരത്തെ അവിടെ പറയുന്നത് എന്താണ്? റിവേഴ്സ് ചാർജ് മെക്കാനിസമാണ്. ഇനി ഏജൻസി നമ്മൾക്ക് ഓരോരുത്തർക്കും കൊടുക്കും അല്ലേ. നമ്മൾ സാധാരണ ഉള്ള ആൾക്കാർക്ക് ഏജൻസി ടിക്കറ്റ് വിൽക്കാൻ നേരത്തെ അതെന്ത് ചെയ്യും? അത് കളക്ട് ചെയ്തിട്ട് ആ എമൗണ്ടും കൂടി ഏജൻസി കളക്ട് ചെയ്തിട്ട് ഏജൻസി കൊണ്ടുപോയി GST സൈറ്റിലോട്ട് അടക്കും. അതെന്താണ്? അത് ഫോർവേഡ് ചാർജസ് ആണ്. സാധാരണ പോലെ തന്നെ ഫോർവേഡ് ചാർജസ് ആണ്. ഇത് ഗവൺമെൻറ് വരുന്ന കേസസിൽ എന്ത് ചെയ്യും? എല്ലാ കേസസിലും ഗവൺമെൻറ് എന്ത് ചെയ്യും? ഗവൺമെൻറ് ഒരിക്കലും കൊണ്ടുപോയി ടാക്സ് ഗവൺമെൻറ് ആയിട്ട് പോയി പേ ചെയ്യില്ല. അത് ഗവൺമെൻറ് വരുന്ന കേസസിലെല്ലാം എന്തായിരിക്കുള്ളൂ? റിവേഴ്സ് ചാർജ് മെക്കാനിസം ആയിരിക്കുള്ളൂ. ആരാണോ അത് വാങ്ങണത് അവരായിരിക്കും കൊണ്ടുപോയി ടാക്സ് പേ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി യൂസ്ഡ് വെഹിക്കിള്, സീസ്ഡ്, അങ്ങനെയൊക്കെ നമ്മളിപ്പോൾ പോലീസൊക്കെ പിടിച്ചിട്ടുള്ള വണ്ടികളൊക്കെ ഇടൂലേ, അതൊക്കെ ഇട്ട് നേരത്തെ ചിലവർക്ക് ആ ഒരു ചെറിയ എന്തെങ്കിലും ഇതാണെന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് പെറ്റിയടിച്ചിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ചെറിയ കേസിൽ അങ്ങനെയുള്ളതൊക്കെ ആയിട്ടാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് കൊടുക്കും. പക്ഷെ ചിലതൊക്കെ എന്ത് ചെയ്യും? അത് അവർക്ക് തിരിച്ചു കൊടുക്കില്ല. എന്ത് ചെയ്യണോ? അത് ആ ഗവൺമെൻറ്റിൻ്റെ ഇതായിട്ട് വിൽക്കും. എന്നിട്ട് അവരെന്ത് ചെയ്യും? അതെടുത്ത് ലേലത്തിൽ വിൽക്കും. ലേലത്തിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വിൽക്കാൻ നേരത്തെ അത് വാങ്ങാൻ വന്നത് രജിസ്റ്റേർഡ് പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ, ആ വണ്ടികൾ വാങ്ങാൻ വന്നത് രജിസ്റ്റേർഡ് പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ്റിൽ നിന്നാണ് വാങ്ങണത് അല്ലേ. അപ്പോൾ കൊണ്ടുപോയി ഗവൺമെൻറ്റിൽ നിന്നാണ് വാങ്ങണത്. അപ്പോൾ ഗവൺമെൻറ് ടാക്സ് അടക്കൂല. ഗവൺമെൻറ് ആയതുകൊണ്ട് ആരാണ്? ആ രജിസ്റ്റേർഡ് പേഴ്സൺ തന്നെ കൊണ്ടുപോയി ടാക്സ് അടക്കണം. അതാണ് റിവേഴ്സ് ചാർജ് മെക്കാനിസം. ഓക്കെ,
ഇനി പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ് സർട്ടിഫിക്കറ്റ്. പ്രയോറിറ്റി സെക്ടർ ഉണ്ട്. ഗവൺമെൻറ്റും റിസർവ് ബാങ്കും ഒക്കെ കൂടി എന്താ പറയുക ഒക്കെ കൂടി ഒത്തൊരുമിച്ച് തീരുമാനിക്കണ കുറച്ച് സെക്ടേഴ്സ് ഉണ്ട്. അവരെ ഏതെങ്കിലും ഒരു കാര്യത്തിന് അവരെ മുന്നോട്ട് കൊണ്ടുവരണം എന്നുള്ളത്, പ്രയോറിറ്റി ആ സെക്ടറിന് കൊടുക്കണം എന്നുള്ളത്. ഇപ്പോൾ എഡ്യൂക്കേഷൻ ആവാം, അഗ്രികൾച്ചർ ആവാം, ഏതെങ്കിലും ആവാം, അവിടെ കുറച്ച് മുൻഗണന കൊടുക്കണം എന്ന് പറഞ്ഞ് ഇവർ തീരുമാനിച്ച കുറച്ച് സെക്ടേഴ്സ് ഉണ്ടാവും. അപ്പോൾ അവർ റിസർവ് ബാങ്കും ഗവൺമെൻറ്റും കൂടി പറയും, ഇത്ര നിങ്ങൾ കൊടുക്കണ ഈ ലോണിൽ ഇത്ര പെർസെൻറ്റേജ് ഈ പ്രയോറിറ്റി സെക്ടറിന് വേണം കൊടുക്കാനെന്ന് പറയും. ഓക്കെ, പ്രയോറിറ്റി സെക്ടറിന് കൊടുക്കണമെന്ന് പറയും. അപ്പോൾ ആ പ്രയോറിറ്റി സെക്ടറിന് കൊടുക്കണമെന്ന് പറയാൻ നേരത്തേക്കും അവരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ എന്താണ്, ചില ബാങ്കുകൾ ഇത്ര പെർസെൻറ്റേജ് എന്ന് പറയും. ഇപ്പോൾ ഏകദേശം ഇപ്പോൾ നമ്മൾ പറയുകയാണ് ഒരു 30% പ്രയോറിറ്റി സെക്ടറിന് കൊടുക്കണം എന്ന് പറയും. പ്രയോറിറ്റി സെക്ടറിന് 30% ലോണ് നിങ്ങൾ കൊടുക്കണതിൽ 30% എന്തായാലും പ്രയോറിറ്റി സെക്ടറിന് കൊടുക്കണമെന്ന് പറയണം. അപ്പോൾ ഇപ്പോൾ 2 ബാങ്ക് ഉണ്ടെന്ന് വിചാരിച്ചോ. ആ 2 എ എന്നും ബി എന്നും പറഞ്ഞ് 2 ബാങ്ക് ഉണ്ട്. അതിൽ എ എന്ത് ചെയ്തു, എ 30% കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അവർ 40% കൊടുത്തു. ഓക്കെ, എയുടെ കാര്യം ഓക്കെ ആയി. പക്ഷെ ബി എന്ത് ചെയ്തു, 30% കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് 20% കൊടുത്തോളൂ. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും, അവർ തമ്മിലുള്ള ഒരു രണ്ടും രജിസ്റ്റേർഡ് പേഴ്സൺ അല്ലേ, 2 ബാങ്ക് അല്ലേ, 2 രജിസ്റ്റേർഡ് പേഴ്സണാണ്. അപ്പോൾ ആ അവർ തമ്മിലുള്ള ഒരു കൊടുക്കൽ വാങ്ങൽ നിൽക്കും. ആ പെർസെൻറ്റേജ് ഗവൺമെൻറ് എങ്ങനെയെങ്കിലും സെറ്റായാൽ മതി. ആ കൂടുതലുള്ള പെർസെൻറ്റേജും ഇങ്ങോട്ട് കുറവുള്ളവരും ബാങ്കും തമ്മിൽ ഒരു സെറ്റിൽമെൻറ്റ് വെക്കും. അതാണ് ആ രജിസ്റ്റേർഡ് പേഴ്സണും. ഇതിൽ എന്ത് ചെയ്യും, ഇതിൽ ആരാണോ കൊടുത്തത്, സാധാരണ പോലെ തന്നെ ആരാണോ കിട്ടിയത്, ആർക്കാണോ കിട്ടിയത് അവർ കൊണ്ടുവന്ന് എന്ത് ചെയ്തു, ആ പെർസെൻറ്റേജ് കുറവ് ഇപ്പം സംബന്ധിച്ച് എന്താണ്, നമ്മുടെ എക്സാമ്പിൾ സംബന്ധിച്ച് എന്താണ്, ബിക്കായിരുന്നു കുറവ് അല്ലേ. അപ്പോൾ ബി എന്ത് ചെയ്യും, എയുടെ കയ്യിൽ നിന്ന് ഒരു 10% കൂടി വാങ്ങും. അപ്പോൾ 2 പേർക്കും ഈക്വൽ ആയല്ലോ. അവർ ഗവൺമെൻറ് പറഞ്ഞ ആ ഒരു ഇതിലെത്തി. അപ്പോൾ ബി ആണ് കൊണ്ടുപോയി എന്ത് ചെയ്യേണ്ടത്, ടാക്സ് പേ ചെയ്യേണ്ടത്. ഓക്കെ, ഇത്രയാണ് നമുക്ക് ആ ഒരു കാറ്റഗറിയിൽ പഠിക്കാനുള്ളത്. ഇനി അപ്പോൾ ഇതെന്താണ്, ഗുഡ്സിൻ്റെ കാറ്റഗറി. സപ്ലൈ ഓഫ് ഗുഡ്സ് ആണ്. സപ്ലൈ ഓഫ് ഗുഡ്സ് എന്ന് പറയുന്നത് CA-കാർക്കില്ല, CMA-കാർക്കും CS-കാർക്കും മാത്രമേ ഉള്ളത്. ഞാൻ ഫസ്റ്റേ പറയാനായിട്ട് മറന്നുപോയി. ഈ സപ്ലൈ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ഇത്രയും പറഞ്ഞ ഈ സംഭവം ക്യാഷ് നെറ്റ് തുടങ്ങി ഇപ്പോൾ പറഞ്ഞ വരെയുള്ള സംഭവങ്ങൾ CA-കാർക്കില്ല, CMA-ക്കും CS-നും മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ റിവേഴ്സ് ചാർജിൽ സപ്ലൈ ഓഫ് ഗുഡ്സ് എന്ന് പറയുന്നതിൽ പറഞ്ഞത് എന്തൊക്കെ, ക്യാഷ് നെറ്റ് ആണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും രജിസ്റ്റേർഡ് പേഴ്സൺ വാങ്ങി അവരാണ് ടാക്സ് അടക്കേണ്ടത്. BD ആണെന്നുണ്ടെങ്കിൽ അതേപോലെ, ടൊബാക്കോ ആണെന്നുണ്ടെങ്കിൽ അതേപോലെ, എസെൻഷ്യൽസ് ഓയിൽ ആണെങ്കിലും ഏതെങ്കിലും രജിസ്റ്റേർഡ് പേഴ്സൺ ആണ്. സിൽക്ക് യാണിൻ്റെ കേസിലാണെങ്കിലും അതേപോലെയാണ്. റോ കോട്ടൻ്റെ കേസിലാണെങ്കിലും അതേപോലെയാണ്. ലോട്ടറി സപ്ലൈ ചെയ്യണത് അത് ഗവൺമെൻറ് അവിടെ വരുമ്പോൾ 2 ടാക്സ് പറഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കുക. യൂസ്ഡ് വെഹിക്കിളാണ്. അപ്പോൾ മിക്കതും നമ്മൾ ഓർത്ത് വെക്കണം, ഗവൺമെൻറ് ആണോ അതിൽ ഇടപെട്ടിരിക്കുന്നത്, അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്നാണോ വാങ്ങുന്നത്, നമ്മൾ എന്തായാലും റിവേഴ്സ് ചാർജ് ആയിരിക്കും അവിടെ കൊടുക്കണം. കാരണം ഗവൺമെൻറ് കൊണ്ടുപോയി GST പേ ചെയ്യുന്നില്ല. ഇനി പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ് സർട്ടിഫിക്കറ്റ് ആണെങ്കിലും അതേപോലെയാണ്. ഇനി അടുത്തത് നമ്മൾ പഠിക്കാൻ പോണതാണ് സർവീസസിൻ്റെ കേസ്. ഓക്കെ, റിവേഴ്സ് ചാർജ് പറഞ്ഞത് സർവീസസിൻ്റെ കേസാണ്. ആ ഗുഡ്സിൻ്റെ കേസ് നിങ്ങൾക്ക് ഓക്കെ അല്ലേ? നിങ്ങൾക്ക് ആ പോയിന്റ് മനസ്സിലാക്കിയിരിക്കുക, ഏതിനൊക്കെയാണ് ഗുഡ്സിൽ റിവേഴ്സ് ചാർജ് പറഞ്ഞത്, എന്തുകൊണ്ടാണ് പറഞ്ഞത് അല്ലേ, ഇത് ഈ റീസൺ ഉള്ളത് കൊണ്ടാണ് പറഞ്ഞതെന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. ഗുഡ്സിൻ്റെ കേസിൽ ബാക്കിയെല്ലാം എന്താണ്, ഫോർവേഡ് ചാർജാണ് ഉപയോഗിക്കുന്നത്. ഈ പറഞ്ഞ കേസിന് മാത്രമേ നമ്മൾ റിവേഴ്സ് ചാർജ് ഉപയോഗിക്കുന്നുള്ളൂ. ഇനി സപ്ലൈ ഓഫ് സർവീസ് എന്ന് പറയുന്നത് ഇത് CA-കാർക്കും CMA-ക്കും CS-നും എല്ലാവർക്കും ഉള്ളതാണ്. ഓക്കെ, എല്ലാവർക്കും ഇത് പഠിക്കാനുള്ളതാണ്, നമ്മൾ നോക്കാം. ഓക്കെ, അപ്പോൾ സപ്ലൈ ഓഫ് സർവീസസ് കുറച്ച് അധികം ഉണ്ട്. അത് നമുക്ക് ഇതേപോലെ അല്ലെങ്കിൽ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്തില്ലെങ്കിൽ നമുക്ക് ഒരളവിന് അങ്ങോട്ട് വേഗം പറഞ്ഞു പോകാം. ഓക്കെ, ആ പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലാക്കി ഇരിക്കുക. ഇവിടെ ഫസ്റ്റ് പോയിന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഏതെങ്കിലും ഒരു ഗുഡ്സ് നമ്മൾ എന്ത് ചെയ്യും, ഞാനിപ്പോൾ പറഞ്ഞ പോലെ വേറൊരു സ്റ്റേറ്റിലേക്ക് ഒരു ഗുഡ്സ് എനിക്ക് അയക്കാനുണ്ടായിരുന്നു. ഏതോ ഒരു എന്താ പറയുക ട്രാൻസ്പോർട്ട് ഏജൻസിനെയാണ് ഞാനത് സമീപിച്ചത്. ഇപ്പോൾ നമുക്ക് ട്രാൻസ്പോർട്ട് ഏജൻസി പറയുകയാണെന്ന് എന്തെങ്കിലുമൊക്കെ അയക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെയുണ്ട്, റിവീഗോ ഉണ്ട്, പിന്നെന്താ DTDC, അങ്ങനെയുള്ള പല ഇതിലും നമുക്ക് അയക്കാനായിട്ട് പറ്റും അല്ലേ. അപ്പം അവരെ സമീപിക്കണ എന്താണ്, നമ്മൾ ഗുഡ്സ് റോഡ് വഴി നമ്മൾ എന്ത് ചെയ്യും, ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാനാണ് അവരെ സമീപിക്കണം അല്ലേ. നമ്മളുടെ ഗുഡ്സ് അവർക്കിടയിൽ കൊടുക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യും, സാധാരണഗതിയിലാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ ടാക്സ് എത്രയായി ടാക്സ് എന്നും കൂടി ചോദിച്ച് ആ ടാക്സും കൂടി അവർക്ക് പേ ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത്. ഇപ്പം ഞാൻ ആ ഗുഡ്സ് അയക്കുമ്പോൾ
ഞാൻ ആ ടാക്സും കൂടി പേ ചെയ്താൽ പോകുന്നത്. എന്തുകൊണ്ടാണ്? ഞാൻ GSTയുടെ അണ്ടറിൽ വന്നില്ല, ഞാൻ രജിസ്റ്റേർഡ് പേഴ്സൺ അല്ല, അല്ലേ? അതുകൊണ്ട് ഞാൻ എത്രയാണോ ടാക്സ് അത് കൊടുത്തിട്ട് ഞാൻ അവിടെ പേ ചെയ്താണ് പോകുന്നത്. പക്ഷേ ഇനി പറയണ കാറ്റഗറിയിൽ ഉള്ള ആൾക്കാർ ഇതേപോലെ എന്തെങ്കിലും ഗുഡ്സ് അയക്കണമെന്നുണ്ടെങ്കിൽ ആ ഇപ്പം പറഞ്ഞ റിവീഗോയോ DTDCയോ അവരൊന്നുമല്ല അയക്കേണ്ടത്, ടാക്സ് അടക്കേണ്ടത്. ആരാണ്? ആ പറഞ്ഞവർ തന്നെയാണ്. അതായത് ആരാണോ ഗുഡ്സ് അയക്കാൻ മുന്നോട്ട് വന്നത് അവർ തന്നെയാണ് ടാക്സ് പേ ചെയ്യേണ്ടത്. അത് ആരൊക്കെയാണ്? ഏതെങ്കിലും ഒരു ഫാക്ടറി രജിസ്റ്റേർഡ് അണ്ടർ ഓർ ഗവേൺഡ് ബൈ ദ ഫാക്ടറി ആക്ട് പ്രകാരം രജിസ്റ്റർ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഫാക്ടറി, ഏതെങ്കിലും ഒരു സൊസൈറ്റി, ഏതെങ്കിലും ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി, ബോഡി കോപ്പറേറ്റ്, പാർട്ട്ണർഷിപ്പ് ഫേം, ഏതെങ്കിലും ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ, അതായത് GSTയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഏതൊരു പേഴ്സൺ ആണെങ്കിലും, പിന്നെ എന്താണ് കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ, ഇത്രയും പേര് ഇതേപോലെ ഗുഡ്സ് ട്രാൻസ്പോർട്ട് ഏജൻസി വഴി ഏതെങ്കിലും ഒരു ഗുഡ്സ് അയക്കുകയാണെന്നുണ്ടെങ്കിൽ, എവിടേക്കെങ്കിലും അയക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് GST ടാക്സ് പേ ചെയ്യാനുള്ള ബാധ്യത ഇവർക്ക് തന്നെയാണ്. കാരണം എന്താണ്? ഇവരൊക്കെ ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ ആണ്. ഫാക്ടറി, സൊസൈറ്റി, കോപ്പറേറ്റീവ് സൊസൈറ്റി, പിന്നെ ബോഡി കോപ്പറേറ്റീവ്, പാർട്ണർഷിപ്പ് ഫേം, കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ, ഏതെങ്കിലും ഒരു രജിസ്ട്രേഷൻ പേഴ്സൺ ആയിക്കോട്ടെ, രജിസ്ട്രേഷൻ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ രജിസ്റ്റേർഡ് പേഴ്സൺ ആയിരുന്നെങ്കിൽ ഞാൻ തന്നെയാണ് ഇവിടുത്തെ ടാക്സ് അടക്കേണ്ടത്, അവർ പോയി അടക്കാൻ പാടില്ല. ഓക്കെ, അത് ഇവിടെയാണ് എന്താണ് റിവേഴ്സ് ചാർജ് മെക്കാനിസം വരുന്നത്. ഓക്കെ, അപ്പോൾ സാധാരണ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ അവർ പോയി അവർ ഏതെങ്കിലും ഒരു ഗുഡ്സ് അയക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ എമൗണ്ട് കൊടുത്തിട്ട് ടാക്സ് ഇപ്പം ഞാനായിട്ട് മേടിച്ചുകൊണ്ട് വരില്ല. ഓക്കെ, ടാക്സ് ഞാൻ അടച്ചോളാം, ഗവൺമെൻറ്റിന് അടുത്ത മാസം കൊണ്ടുപോയി ഞാൻ തന്നെ രജിസ്ട്രേഷൻ എടുത്ത് ഞാൻ തന്നെ പോയി അടച്ചോളാം എന്ന് പറയില്ല. എനിക്ക് രജിസ്ട്രേഷൻ ഉള്ള ഒരു പേഴ്സൺ ആയിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ആ ടാക്സ് എമൗണ്ട് ഞാൻ തന്നെ വെച്ചിട്ട് ബാലൻസ് അവരുടെ പ്രൈസ് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. ആ ടാക്സ് എമൗണ്ട് ഞാനാണ് നെക്സ്റ്റ് മന്ത് പേ ചെയ്യേണ്ടത്. ഓക്കെ, ആരൊക്കെയാണെന്നുള്ളത് അത് ഓർത്ത് വെക്കണം. പിന്നെ ഇതിനൊരു എക്സംഷൻ ഉണ്ട്. ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഇത് ചെയ്യണത് സെൻട്രൽ ഗവൺമെൻറ്റോ സ്റ്റേറ്റ് ഗവൺമെൻറ്റോ ലോക്കൽ അതോറിറ്റിക്ക് ഏതെങ്കിലും ഒരു ഗവൺമെൻറ് ഏജൻസിയോ അത് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന TDS ഡിഡക്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ഉള്ള ഒരു രജിസ്ട്രേഷൻ എടുത്തിട്ടുള്ള ഒരു കമ്പനി ആണെന്നുണ്ടെങ്കിൽ അവരോ ഇതിന് എക്സെപ്ഷനാണ്. അതായത് അവരല്ല പേ ചെയ്യേണ്ടത്, ഇത് GTA, അത് ഗുഡ്സ് ട്രാൻസ്പോർട്ട് ഏജൻസി തന്നെയാണ്. നമുക്കറിയാലോ, ഗവൺമെൻറ്റിൻ്റെ കേസ് വരാൻ നേരത്ത് ഗവൺമെൻറ് ചെയ്യൂല, എന്തായിരിക്കുള്ളൂ, ഈ ഗുഡ്സ് ട്രാൻസ്പോർട്ട് ഏജൻസി ആരാണോ അത് വാങ്ങണത് അവർ തന്നെയാണ് ചെയ്യേണ്ടതെന്ന് നമ്മൾ പഠിച്ചായിരുന്നു. അതേപോലെ തന്നെയാണ് ഈ ഗവൺമെൻറ് ഏജൻസിയുടെ ഇതിൻ്റെയൊക്കെ അണ്ടറിൽ TDS ഡിഡക്റ്റ് ചെയ്യാനായിട്ട് മാത്രം ഒരു രജിസ്ട്രേഷൻ എടുത്തിട്ടുണ്ടാവും. കാരണം അവിടെ സപ്ലൈയോ സർവീസോ ഒന്നും നടത്താനുണ്ടാവില്ല, ഗുഡ്സോ സർവീസോ ഒന്നും സപ്ലൈ ചെയ്യുന്നുണ്ടാവില്ല. TDS ഡിഡക്റ്റ് ചെയ്യാൻ വേണ്ടി അത് നമ്മൾ പഠിക്കേണ്ടേ, ഇനി വരാൻ നേരത്ത് നമ്മൾ പഠിക്കുക. അപ്പോൾ ഞാൻ കൂടുതലായിട്ട് പറയാവേ. അപ്പോൾ അതിന് വേണ്ടി മാത്രം എടുത്തിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അതിനുള്ള ഗുഡ്സ് അയക്കാൻ നേരത്തേക്കും അതിൻ്റെ ടാക്സ് അടക്കേണ്ടത് ഗുഡ്സ് ട്രാൻസ്പോർട്ട് ഏജൻസിയാണ്. അല്ലാതെ ഫാക്ടറി, സൊസൈറ്റി, കോപ്പറേറ്റീവ് സൊസൈറ്റി, ബോഡി കോപ്പറേറ്റീവ്, പാർട്ണർഷിപ്പ് ഫേം, ടാക്സബിൾ ഏതെങ്കിലും ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ തന്നെയാണ് അതിൻ്റെ ടാക്സ് അടക്കേണ്ടത്. ഓക്കെ, ഇനി അടുത്തത് അതേപോലെ തന്നെ അഡ്വക്കേറ്റ്, സാധാരണ ഒരു ഇൻഡിവിജ്വലായ അഡ്വക്കേറ്റ്സ്, സീനിയർ അഡ്വക്കേറ്റ്സ്, ഫേം ഓഫ് അഡ്വക്കേറ്റ്സ്. ഓക്കെ, അവരൊക്കെ ഏതെങ്കിലും ഒരു സർവീസ് ബിസിനസ് എൻറ്റിറ്റിക്ക് പ്രൊവൈഡ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഈ അഡ്വക്കേറ്റ്സ് എല്ലാം, അല്ലെങ്കിൽ സീനിയർ അഡ്വക്കേറ്റ്സോ ഫേം ഓഫ് അഡ്വക്കേറ്റ്സോ ഒക്കെ ഏതെങ്കിലും ഒരു സർവീസസ് ബിസിനസ് എൻറ്റിറ്റിക്ക് പ്രൊവൈഡ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ആ ബിസിനസ് എൻറ്റിറ്റി തന്നെയാണ് കൊണ്ടുപോയി ടാക്സ് അടയ്ക്കേണ്ടത്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കതൊന്ന് ഇത്രയും പഠിച്ചതിൽ നിന്ന് നമുക്കൊന്ന് ഊഹിച്ചാൽ കിട്ടും. ഭൂരിഭാഗം എല്ലാ അഡ്വക്കേറ്റ്സ് എന്ന് പറയണവരും ഭയങ്കര ഹൈ ആയിരിക്കും. അതായത് ഇതിന് രജിസ്ട്രേഷൻ എടുക്കണമെങ്കിൽ മിനിമം ഒരു ടേൺ ഓവർ ഉണ്ടായിരിക്കണം, മിനിമം ഇൻകം ഉണ്ടായിരിക്കണം, ഏകദേശം 20 lakh വരണം, 20 മേലെ വരണം. അപ്പോൾ എല്ലാ അഡ്വക്കേറ്റിനും ഇത്രയും എമൗണ്ട് ഉണ്ടാവുമോ? ഇല്ല, അല്ലേ? അപ്പോൾ അങ്ങനെയുള്ളവരുടെ കയ്യിൽ നിന്ന് ഗവൺമെൻറ്റിന് ടാക്സ് കിട്ടില്ല. അപ്പോൾ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ബിസിനസ് എൻറ്റിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെന്തായാലും രജിസ്ട്രേഷൻ എടുത്തിട്ടുള്ളവരായിരിക്കും. അപ്പോൾ ഇങ്ങനെ അഡ്വക്കേറ്റ്സിന് വഴിയായിട്ട് എന്തെങ്കിലും സർവീസ് ബിസിനസ് എൻറ്റിറ്റിക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബിസിനസ് എൻറ്റിറ്റി പോയി തന്നെ അതിൻ്റെ ടാക്സ് അടക്കണം. അപ്പോൾ ഗവൺമെൻറ്റിന് അത് ടാക്സും കിട്ടി, വേറെ അറിയാനുമില്ല. ഓക്കെ ആയില്ലേ? അതെന്തുകൊണ്ടാണെന്നും മനസ്സിലായില്ലേ? ഇനി അടുത്തത്, ഇനി എന്താണ്? ആർബിട്രൽ ട്രൈബ്യൂണൽ.
ആർബിട്രൽ ട്രൈബ്യൂണലും ഇതേപോലെ തന്നെയാണ്. എന്താണ്, ബിസിനസ് എൻറ്റിറ്റിക്ക് എന്തെങ്കിലും ഒരു സർവീസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ബിസിനസ് എൻറ്റിറ്റിയാണ് ചെയ്യേണ്ടത്. എന്തെങ്കിലും ഡിസ്പ്യൂട്ടുകൾ തീർത്ത് വെക്കാനായിട്ടുള്ള ഒരു സംവിധാനം അതാണിത്. അതിന് വേണ്ടിയിട്ട് എന്താണ്, അവർ ബിസിനസ് എൻറ്റിറ്റിക്ക് എന്തെങ്കിലും ഒരു സർവീസ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ ആ ബിസിനസ് എൻറ്റിറ്റി തന്നെയാണ് അതിനുള്ള ഇത് കൊടുക്കേണ്ടത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു വാക്കുണ്ട്, എന്താണ്, ലൊക്കേറ്റഡ് ഇൻ ടാക്സബിൾ ടെറിട്ടറി. എല്ലാത്തിനും ഇത് എഴുതിയിട്ടുണ്ടാവേ, ലൊക്കേറ്റഡ് ഇൻ ടാക്സബിൾ ടെറിട്ടറി. ഇപ്പോൾ ബിസിനസ് എൻറ്റിറ്റി ലൊക്കേറ്റ് ചെയ്യണത് ഈ ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടാക്സ് ചെയ്യാൻ പറ്റണ അവിടെയാണ്, ആ ഭാഗത്താണ്, നമുക്ക് ടാക്സ് മേടിക്കാൻ പറ്റിയ സ്ഥലം, അതായത് ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ മാത്രമേ ഇത് റിവേഴ്സ് ചാർജിൽ വരുള്ളൂ. ഇവർ ഇന്ത്യയിലല്ല. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്നറിയോ, നമ്മൾ പ്രോബ്ലം ചെയ്യാൻ നേരത്തേക്കും ഇതേപോലെ ചോദിക്കും. കാരണം ഇപ്പോൾ ഒരു ഇൻഡിവിജ്വൽ ഒരു ബിസിനസ് എൻറ്റിറ്റിക്ക് ഇതേപോലെ സർവീസ് ചെയ്ത് കൊടുക്കുമായിരുന്നു, ഓക്കെ, അല്ലെങ്കിൽ സീനിയർ അഡ്വക്കേറ്റ് പോയി ബിസിനസ് എൻറ്റിറ്റിക്ക് ഇതിൻ്റെ സർവീസ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ആ സർവീസിൽ ആർക്കാണ് ടാക്സബിൾ, പക്ഷെ ആ ബിസിനസ് എൻറ്റിറ്റി നിൽക്കുന്നത് അമേരിക്കയിലാണ് എന്നൊക്കെ പറഞ്ഞ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളത് ശ്രദ്ധിക്കില്ല. കാരണം എന്താണ്, ബിസിനസ് എൻറ്റിറ്റി ഇന്ത്യയിലായിരിക്കണം, അത് പ്രത്യേകമുണ്ട്, അത് നമ്മൾ എന്ത് ചെയ്യും, ശ്രദ്ധിക്കൂല, അല്ലെങ്കിൽ നമ്മളത് വിട്ടുകളയും. അപ്പോൾ അവിടെയാണ് ട്രിക്ക് പറഞ്ഞത്. ഇത് എല്ലാത്തിലും ഉണ്ടാവും, എല്ലാത്തിലും ഞാനത് പറയല്ല കേട്ടോ. ഇത് നിങ്ങൾ ഓർത്ത് വയ്ക്കുക, ലൊക്കേറ്റഡ് ഇൻ ടാക്സബിൾ ടെറിട്ടറി. ടാക്സബിൾ ടെറിട്ടറിയിലാണ് ലൊക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ബിസിനസ് എൻറ്റിറ്റി ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പോൾ മാത്രമേ ഈ റിവേഴ്സ് ചാർജ് ഇത് വരുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നേരെ എന്ത് ചെയ്യും, ടാക്സ് ഇവർ കൊണ്ട് പേ ചെയ്യും എന്നുള്ളത് ഉറപ്പില്ലല്ലോ. അപ്പോൾ ഇത് വരില്ല, റിവേഴ്സ് ചാർജ് വരില്ല എന്ന് പറഞ്ഞ് വിചാരിച്ചോ. ആർബിട്രൽ ട്രൈബ്യൂണലിനും എന്താണ്, ബിസിനസ് എൻറ്റിറ്റിയാണ്, അത് ലൊക്കേറ്റഡ് ഇൻ ടാക്സബിൾ ടെറിട്ടറിയാണ്. ഇനി അടുത്തത് എന്താണ്, സ്പോൺസർഷിപ്പ്. അതായത് സ്പോൺസർഷിപ്പ്, ഏതെങ്കിലും ഒരു ബോഡി കോർപ്പറേറ്റിനോ പാർട്ട്ണർഷിപ്പ് ഫേമിനോ എന്തെങ്കിലും ഒരു സ്പോൺസർഷിപ്പ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ആ ബോഡി കോർപ്പറേറ്റിനും പാർട്ട്ണർഷിപ്പുമാണ് കൊടുക്കേണ്ടത്. സ്പോൺസർഷിപ്പ് എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു പരിപാടി നടത്താനായിട്ട് സ്പോൺസേഴ്സ് എന്ന് പറഞ്ഞ് നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു പരിപാടി തുടങ്ങാൻ നേരത്തേക്കും വരൂലേ, ഇതിൻ്റെ സ്പോൺസേഴ്സിനെ പരിചയപ്പെടുത്താം എന്നും പറഞ്ഞുകൊണ്ട് ഒരു നീണ്ട ഒരു ലിസ്റ്റ് ഒരു അരമണിക്കൂർ ഇരുന്ന് വായിക്കുമല്ലോ, ഒരു നല്ല എന്തെങ്കിലും ഒരു പ്രോഗ്രാം ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലേ. അതേപോലെ സ്പോൺസർഷിപ്പ് നടത്തുവാണെന്ന്, ആ സ്പോൺസർഷിപ്പ് പറയുന്നത് ബോഡി കോർപ്പറേറ്റിന് വേണ്ടിയിട്ടോ അതോ പാർട്ണർഷിപ്പിന് വേണ്ടിയിട്ടോ ആണെന്നുണ്ടെങ്കിൽ അവർ ഇൻ ടാക്സബിൾ ടെറിട്ടറിയിൽ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അതിനുള്ള GST പേ ചെയ്യേണ്ടത് ആര് തന്നെയാണ്, ആ ബോഡി കോർപ്പറേറ്റ് തന്നെയാണ്, അല്ലാണ്ട് സ്പോൺസേഴ്സ് അല്ല. ഇവിടെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് അങ്ങനെയാണ്. കാരണം ഇവിടെ എങ്ങനെയാണ്, ഏതെങ്കിലും ഒരു ഇതുപോലെ ചോദിക്കുള്ളൂ, എന്താ, ഇതേപോലെ സ്പോൺസർഷിപ്പ് ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് സ്പോൺസർഷിപ്പ് നടത്തുന്നു, അപ്പോൾ അത് ബോഡി കോർപ്പറേറ്റിനാണ്, പക്ഷേ ബോഡി കോർപ്പറേറ്റ് ലൊക്കേറ്റ് ചെയ്യുന്നത് UAE-യിലാണ് എന്നൊക്കെ പറഞ്ഞൊക്കെ ചോദിക്കാൻ നേരത്തേക്ക് നമുക്കത് മനസ്സിലാവണം. ആ ട്രിക്ക് നമുക്ക് മനസ്സിലാവണമെങ്കിൽ ഇതെന്താണെന്നൊന്ന് കേൾക്കിയെങ്കിലും ചെയ്യണം, അപ്പോഴേ അത് മനസ്സിലാവുള്ളൂ. ഓക്കെ, ഇനി അടുത്തത് ഏതെങ്കിലും സെൻട്രൽ ഗവൺമെൻറ്റിന് വേണ്ടിയോ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് വേണ്ടിയോ യൂണിയൻ ടെറിട്ടറിക്ക് വേണ്ടിയോ ലോക്കൽ അതോറിറ്റിക്ക് വേണ്ടിയോ ഏതെങ്കിലും ഒരു അവർക്ക് വേണ്ടി അവരെന്ത് ചെയ്യും, അവരൊരു ബിസിനസ് അങ്ങനെ, അതായത് സെൻട്രൽ ഗവൺമെൻറ്റോ സ്റ്റേറ്റ് ഗവൺമെൻറ് യൂണിയൻ ടെറിട്ടറിയോ ലോക്കൽ അതോറിറ്റിയോ അവർ എന്തെങ്കിലും ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു ബിസിനസ് എൻറ്റിറ്റിക്ക് വേണ്ടിയാണ്, അവർ ലൊക്കേറ്റ് ചെയ്യുന്നത് ഇൻ ടാക്സബിൾ ടെറിട്ടറിയിലാണെന്നുണ്ടെങ്കിൽ അവർ ബിസിനസ് എൻറ്റിറ്റി തന്നെയാണ് അതിനുള്ള ഇത് കിടക്കുന്നത്. നമുക്ക് ഇത്രയും നേരം പറഞ്ഞുകൊണ്ട് മനസ്സിലായി, ഗവൺമെൻറ്റിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കുള്ളൂ, ആ ബിസിനസ് എൻറ്റിറ്റി തന്നെയാണ് അത് ടാക്സ് പേ ചെയ്യേണ്ടത്, റിവേഴ്സ് ചാർജ് മെക്കാനിസത്തിലാണ് അത് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് മനസ്സിലായി അല്ലേ. ഓക്കെ, ഇനി അതിന് ഒരു എക്സംഷൻ ഉണ്ട്. എക്സംഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, ഫോർവേഡ് ചാർജ് പറഞ്ഞ കേസുണ്ട്, റിവേഴ്സ് ചാർജ് അല്ലാണ്ട് ഫോർവേഡ് ചാർജ് പറഞ്ഞ കേസുണ്ട്. അതായത് ഒരു ഗവൺമെൻറ് ഏതെങ്കിലും ഒരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടി കൊണ്ടുപോയി റെൻറ്റിന് കൊടുക്കുവാണ്, ഓക്കെ, ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി കൊണ്ടുപോയി റെൻറ്റിന് കൊടുക്കും. ഇതൊക്കെ നമുക്ക് തിരിച്ചു വരാനുണ്ട് കേട്ടോ, താഴത്തേക്ക് വരാനുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ ഇത് ഇവിടെ വെച്ച് അങ്ങനെ അങ്ങോട്ട് ഇതായിട്ട് പറയണത്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഏതെങ്കിലും മൂവ് പ്രോപ്പർട്ടി കൊണ്ട് റെൻറ്റിന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലോ ഈ ബിസിനസ് എൻറ്റിറ്റിക്ക് അങ്ങനെയൊക്കെ കൊടുക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സ്പീഡ് പോസ്റ്റ് അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു സർവീസസുകൾ നടക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ റിവേഴ്സ് ചാർജ് വരില്ല, അവിടെ ഫോർവേഡ് ചാർജസേ വരുള്ളൂ. അതൊന്ന് ശ്രദ്ധിക്കണം. അതിന് എക്സംഷൻസ് ഉണ്ട്. എക്സംഷൻസ് എന്ന് പറയുന്നത് എന്താണ്, ഇത് നമുക്ക് ആ ചാപ്റ്റർ വരുമ്പോൾ ഇതൊക്കെ പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇതത്ര കാര്യമാക്കണ്ട, നിങ്ങളിപ്പോൾ റിവേഴ്സ് ചാർജിലുള്ളത് മാത്രം ഒന്ന് നോക്കുക, ഒന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, ഇവിടെ ഇതൊക്കെ നമുക്ക് ഇനി എക്സംഷൻസ് എന്നുള്ളതൊക്കെ ഇതിൽ വരണുണ്ട്, അപ്പോൾ നമുക്ക് അവിടെ കൂടുതലായിട്ട് പഠിക്കാം. ഇവിടെ റിവേഴ്സ് ചാർജ് നിങ്ങൾ നോക്കാം. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായില്ലേ.
ഗവൺമെൻറ് എല്ലാം ഒരു ബിസിനസ് എൻറ്റിറ്റിക്ക് കൊടുക്കുവാണെങ്കിൽ അവരെ ബിസിനസ് എൻറ്റിറ്റി തന്നെ ടാക്സ് പേ ചെയ്യണം. അപ്പം നിങ്ങൾ ഈ അടിയിൽ ഞാൻ വരച്ചിട്ടിട്ടില്ലേ, അത് വെച്ചിട്ട് നിങ്ങൾ പഠിക്കുക. എല്ലാം കൂടി വായിച്ച് ഇത് അയ്യോ ഇത്രയെന്ന് പറഞ്ഞൊന്നും മനസ്സിലായില്ലല്ലോ എന്ന് പറഞ്ഞിരിക്കണേലും വേറെ എന്താണ് ആ ഒരു പോയിന്റ് വെച്ചിട്ട് നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെയാണ് സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ്, യൂണിയൻ ടെറിട്ടറി, ലോക്കൽ അതോറിറ്റി എല്ലാം ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഏതെങ്കിലും റെൻറ്റിന് കൊടുക്കുവാണ്. അത് ആ റെൻറ്റിന് കൊടുക്കുന്നത് പേഴ്സൺ രജിസ്റ്റേർഡ് പേഴ്സൺ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ രജിസ്റ്റേർഡ് പേഴ്സൺ തന്നെയാണ് അതിന് ടാക്സ് അടക്കേണ്ടത്. അതുവഴി റിവേഴ്സ് ചാർജ് മെക്കാനിസം. ഓക്കെ. ഇനി അതേപോലെ തന്നെ എന്താണ് ഡെവലപ്മെൻറ്റ് റൈറ്റ്സ് ഓർ ഫ്ലോർ സ്പേസ് ഫോർ കൺസ്ട്രക്ഷൻ ഓഫ് എ പ്രോജക്റ്റ് ബൈ പ്രൊമോട്ടർ. അതായത് ഇപ്പോൾ ഞങ്ങളുടെയൊക്കെ എല്ലാം ചെറുപ്പത്തിൽ തന്നെ, കാരണം നമുക്കുള്ള എല്ലാ മെമ്മറീസും നമ്മുടെ ഏറ്റവും നല്ല നല്ല മൊമെൻറ്റ്സ് എല്ലാം ചെറുപ്പത്തിലേ ഇരിക്കുകയുള്ളൂ. നമുക്കത് വലിയ അതിശയമായിട്ട് അങ്ങനെ അതിശയം തോന്നുന്ന കുറേ കാര്യങ്ങളാണ്. പിന്നെ വലുതാവുമ്പോഴല്ലേ നമ്മൾ ഇതിൽ നിന്നൊക്കെ ഇതിങ്ങനെയാണെന്നുള്ളതൊന്ന് അക്സെപ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് എല്ലാം ചെറുപ്പത്തിലേന്ന് പറയണം. അപ്പം അച്ഛൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു. അച്ഛൻ്റെ ഫ്രണ്ടിന് ഒത്തിരി സ്ഥലം ഉണ്ടായിരുന്നു അവിടെ. ആ സമയത്ത് ഒത്തിരി സ്ഥലം ഉണ്ടായിരുന്നു. ഇവരെന്ന് വെച്ചാൽ ഇത്തിരി പാവങ്ങളായിരുന്നു. അത്ര സാമ്പത്തികമായിട്ട് അത്രയില്ല, നോർമലായിട്ട് പോകുന്ന ഇതായിരുന്നു. അവരെന്ത് ചെയ്തു, ഇതേപോലെ ഒരു കൺസ്ട്രക്ഷൻ ടീം അവരുടെ അടുത്തേക്ക് വന്നിട്ട് അവർ പറഞ്ഞു, ഈ സ്ഥലത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടെ ഫ്ലാറ്റാണ് ഉപയോഗിക്കുന്നത്, നല്ല ഏരിയയാണ്, അതുകൊണ്ട് എന്താണ് ഇവിടെ ഞങ്ങൾ ഇത്രയും നിലകളുള്ള ഫ്ലാറ്റുകൾ കെട്ടാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഞങ്ങൾക്ക് ഈ സ്ഥലത്തിൽ ഞങ്ങൾ ചെയ്തോട്ടെ, അതായത് ആ കൺസ്ട്രക്ഷന് വേണ്ടി മാത്രമാണ് അത് ചെയ്യട്ടെ എന്ന് പറഞ്ഞത്. ആ സ്ഥലം എപ്പോഴാണ് ആ അങ്കിളിൻ്റെ പേരിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഓക്കെ, അവിടെ കൺസ്ട്രക്ഷൻ ആണോ നിറയെ എത്ര നിലയാണെന്നൊന്നും എൻ്റെ ഓർമ്മയിലില്ല, പക്ഷെ അത്രയും നിലയുള്ള ഫ്ലാറ്റ് കിട്ടിയിട്ടുണ്ട്. അത്രയും നല്ല വലിയ ഫ്ലാറ്റ്. എന്നിട്ട് അത് അങ്കിളിന് എന്ത് ചെയ്തു, 2 or 3 ഫ്ലാറ്റായിട്ട് എന്ത് ചെയ്തു, അങ്കിളിന് കൊടുത്തു. അവർക്ക് അതിനുള്ള ഒരു എമൗണ്ട് പോലെ, അതിനുള്ള ഒരു കൺസിഡറേഷൻ പോലെ അല്ലേ, അത് ചെയ്തതിന് വേണ്ടിയിട്ട് അവർക്കുള്ള 2 or 3 ഫ്ലാറ്റ് അവർക്ക് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള സംഭവമൊക്കെയാണ് പറഞ്ഞതെന്നുണ്ടെങ്കിൽ അതിൽ ആരായിരിക്കും ടാക്സ് പേഴ്സൺ? അങ്കിൾ പോയി ടാക്സ് എടുക്കുമോ? ഇല്ല. എന്ത് ചെയ്യും, അത് ആരാണോ അത് പ്രൊമോട്ടർ അവരായിരിക്കുള്ളൂ അത് ടാക്സ് അടയ്ക്കേണ്ടത്. ഓക്കെ, ഇനി അടുത്തത് ലോങ് ടേം ലീസിന് ലാൻഡ് എന്തെങ്കിലും ഒരു 30 വർഷമോ അതിൽ കൂടുതലോ ആയിട്ട് ലീസിന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, ലീസിന് ലാൻഡ് എടുക്കുകയാണ്, പക്ഷെ അത് എത്രയായിരിക്കണം, 30 വർഷമോ അതിൽ കൂടുതലോ ആയിരിക്കണം. അങ്ങനെ ലീസിന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പ്രൊമോട്ടറാണ് അതിൻ്റെ GST അടയ്ക്കേണ്ടത്. അത് നമ്മളിൽ പോലെയുള്ള സാധാരണ ആൾക്കാരുടെ കയ്യിൽ നിന്നായിരിക്കും വാങ്ങണത്, അപ്പോൾ നമ്മൾ പോയി അടയ്ക്കില്ല. അതിലെന്തായിരിക്കും, പ്രൊമോട്ടേഴ്സ് ആയിരിക്കണം അത് അടയ്ക്കേണ്ടത്. ഓക്കെ, ഇനി അതേപോലെ തന്നെ സർവീസ് ചെയ്യണതാണ് ഡയറക്ടർ ഓഫ് കമ്പനിയുടെ ഡയറക്ടറോ ബോഡി കോർപ്പറേറ്റോ ആരെങ്കിലും എന്തിനു വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു കമ്പനിക്ക് വേണ്ടിയിട്ടോ വേറൊരു ബോഡി കോർപ്പറേറ്റിന് വേണ്ടി, അതായത് ഒരു കമ്പനിയുടെ ഡയറക്ടർ അല്ലെന്നുണ്ടെങ്കിൽ ബോഡി കോർപ്പറേറ്റിൻ്റെ അവർ വേറൊരു കമ്പനിക്ക് വേണ്ടിയോ ബോഡി കോർപ്പറേറ്റിന് വേണ്ടിയിട്ടോ അത് ടാക്സബിൾ ടെറിട്ടറിയിൽ തന്നെ നിൽക്കുന്നതായിരിക്കണം. അതെപ്പോഴും ശ്രദ്ധിക്കണേ. ഇവിടെ ഉള്ളവർക്കേ നമുക്ക് GST ആയിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ഈ ടാക്സബിൾ ടെറിട്ടറിയിൽ നിൽക്കുന്ന കമ്പനിക്കോ ഇതിനുമാണ് അവരുടെ സർവീസസ് സ്വീകരിച്ചെന്നുണ്ടെങ്കിൽ അവർ തന്നെയാണ് റിവേഴ്സ് ചാർജ് മെക്കാനിസം വഴി ടാക്സ് അടയ്ക്കേണ്ടത്. ഓക്കെ, ഒരു കമ്പനിയുടെ ഡയറക്ടറോ ആരെങ്കിലും ഒരു സർവീസസ് കമ്പനിക്കോ ബോഡി കോർപ്പറേറ്റിനോ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അവരാണ് അതിൻ്റെ ടാക്സ് അടയ്ക്കേണ്ടത്. ഓക്കെ, ഇനി ഇൻഷുറൻസ് ഏജൻറ്റ് എന്ത് ചെയ്യും? നിറയെ ഇൻഷുറൻസ് ഏജൻറ്റ്മാരുണ്ട് അല്ലേ? ഒരു കാലത്തൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു. ഇപ്പോൾ അത്രയും ഞാൻ കാണുന്നില്ല അധികം. വേറെ എനിക്ക് ഇപ്പോൾ കാണാത്തതാണോ എന്തുകൊണ്ടാണെന്നറിയില്ല. ഒരു ടൈമിൽ നിറയെ ഉണ്ടായിരുന്നു. അത് ന്യൂസിലൊക്കെ വരുമായിരുന്നു ഇൻഷുറൻസ് ഏജൻറ്റ്സ് അല്ലേ. ഇത്ര കോടിപതിയായി എന്നൊക്കെ പറഞ്ഞ് ന്യൂസ് പേപ്പറിലൊക്കെ ഇങ്ങനെ വരും. അപ്പോൾ എൻ്റെ വിചാരം എന്താ, അവർക്ക് അത്രയും കോടികൾ അവരുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് അല്ലേ. അത്രയും കോടികൾ അവരുടെ കയ്യിൽ ഇനി വീട്ടിൽ കിട്ടിയോ, അവർക്കൊക്കെ എന്തൊരു സുഖമാണ് എന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. ചെറുതിലെയാണല്ലോ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മുടെ ചെറുതിലെയാണ്. അതുകൊണ്ട് അതൊക്കെ അങ്ങനെ വിചാരിച്ചുകൊണ്ടിരുന്നത്. അപ്പം അത് പോട്ടെ. അപ്പോൾ എന്താണ്, അതേപോലെ ഇൻഷുറൻസ് ഏജൻറ് ഉണ്ടാവും. ഇൻഷുറൻസ് ഏജൻറ് എന്ത് ചെയ്യും, നമ്മളെപ്പോലെയുള്ള ഓരോരുത്തരെയൊക്കെ പിടിച്ച് എന്ത് ചെയ്യും, അതിലൊക്കെ ചേർത്ത് വിടും. ഓക്കെ, ചേർത്ത് വിടാൻ നേരത്തേക്കും
നമ്മളൊക്കെ ഓരോരുത്തരും അവരുടെ വാക്കും വിശ്വസിച്ച് എന്തിലെങ്കിലുമൊക്കെ കുറേ പേരൊക്കെ ചേരും. കുറേ നല്ല സ്കീമുകളും ഉണ്ട് കേട്ടോ. അങ്ങനെയുള്ള ഇതിലൊക്കെ നമ്മൾ പോയി ചേരും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഇൻഷുറൻസ് ഏജൻ്റ് ആണോ പോയിട്ട് ഇത് കൊടുക്കേണ്ടത്? അല്ല. എന്തുകൊണ്ടാണ്? ആ ഇൻഷുറൻസ് ഏജൻ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞോളൂ ഒത്തിരി പേരുണ്ട്, ഒത്തിരി ഇൻഷുറൻസ് ഏജൻറ്റുമാരുണ്ടാവും. അപ്പോൾ അവരല്ല അതിന് ടാക്സ് പേ ചെയ്യേണ്ടത് ഇൻഷുറൻസ് കമ്പനികളാണ്. ഇപ്പം നമ്മൾ LIC പോലുള്ള കമ്പനികളുടെ ഏജൻ്റായിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ആ കമ്പനികൾ LIC കമ്പനികൾക്ക് അറിയാലോ ഇത്ര ഇൻഷുറൻസ് ഏജൻറ്റുമാരുണ്ടെന്നുള്ളത്. അപ്പോൾ LIC കമ്പനി അതേപോലെയുള്ള കമ്പനികളാണ് എന്ത് ചെയ്യേണ്ടത്? GST ടാക്സ് പേ ചെയ്യേണ്ടത്. അതേപോലെ തന്നെ ഒന്നാണ് റിക്കവറി ഏജൻ്റ് എന്ന് പറഞ്ഞാൽ. റിക്കവറി ഏജൻ്റ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ നമ്മൾ ലോൺ കൊടുക്കും. ലോൺ ഓരോന്നിനും ബാങ്കിൽ നിന്നും അല്ലാത്ത ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നും ഒക്കെ നമ്മൾ വാങ്ങിക്കാൻ നേരത്ത് നമ്മളുടെ EMI എന്തെങ്കിലും മുടങ്ങി കഴിയാൻ നേരത്ത് വരും. ഒരു ബൈക്കിൽ ഒരു നല്ല സൈസ് ഉള്ളവരെയാണ്, അല്ലെ ഹൈറ്റും വെയിറ്റൊക്കെ ഉള്ളവരെ നമ്മൾ കാണുമ്പോൾ തന്നെ ഒരു പേടി തോന്നുന്ന ടൈപ്പ് ഉള്ളവരെ ആയിരിക്കുള്ളൂ അവിടെ അപ്പോയിൻറ്റ് ചെയ്യണത്. അവർ വരും, വന്നൊന്ന് ചോദിക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യും? ഒരു വിറവാകും. സാറേ നാളെ തന്നെ അടച്ചോളാം എന്ന് പറയും, അല്ലേ? എങ്ങനെയെങ്കിലും നമ്മൾ ഇത് ചെയ്യും. അതിന് റിക്കവറി ചെയ്യാൻ വേണ്ടിയിട്ട് വരണതുണ്ട്. അതും സെയിം തന്നെയാണ്. ആ ബാങ്കിങ്ങും ആ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആരാണ് ഇവർ അയക്കണത് അവരാണ് എന്ത് ചെയ്യേണ്ടത്? ഇവിടെ GST പേ ചെയ്യേണ്ടത്. ഇനി പറയണത് ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചിട്ടുള്ളതാണ്, നന്നായിട്ട് ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇപ്പം മ്യൂസിക് കമ്പോസേഴ്സ്, ഫോട്ടോഗ്രാഫേഴ്സ്, ആർട്ടിസ്റ്റ് അങ്ങനെയുള്ളവരൊക്കെ എന്ത് ചെയ്യും? ഓരോ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇപ്പം മ്യൂസിക് കമ്പോസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വർക്ക് ചെയ്തിട്ടോ എന്ത് ചെയ്യും? ഇതേപോലെയുള്ള കമ്പനികളെ സമീപിക്കും. എന്നിട്ട് ഇവരുടെ വർക്കുകൾ അവർക്ക് കൊടുക്കും. അവർക്ക് കൊടുത്തിട്ട് അവരായിരിക്കും ഒരു പ്ലാറ്റ്ഫോം വഴി ഇവർക്ക് അതിനുള്ള ഹെൽപ്പ് ചെയ്യണത്, അല്ലേ? ഇവർക്ക് അതിനുള്ള ഒരു ഇതില്ലാത്തതുകൊണ്ട് അങ്ങനെയുള്ളവരായിരിക്കും, മ്യൂസിക് കമ്പനീസ് ആയിരിക്കുള്ളൂ കുറച്ചും കൂടി എളുപ്പത്തിൽ ആ പ്രോഡക്റ്റ് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഹെൽപ്പ് ചെയ്യണത്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിലും GST അടയ്ക്കേണ്ടത് മ്യൂസിക് കമ്പനികളാണ്. അത് ചെയ്യേണ്ടത്. ഓക്കെ, നമ്മൾ ചെയ്ത് വരണവരല്ല, മ്യൂസിക് കമ്പനികളാണ് അത് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അത് ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചിട്ടുള്ളതാണ്. വേറൊരു കാര്യം ഉണ്ടായേ, ഞാനത് വെട്ടിയിട്ടു, പക്ഷെ അത് നിങ്ങളോടത് പറഞ്ഞോ എന്നുള്ളത് ഇപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. ഇത് നിങ്ങളോട് പറഞ്ഞായിരുന്നോ? ഫസ്റ്റ് കേസിൽ സപ്ലൈ ഓഫ് സർവീസിൻ്റെ കേസിൽ ഫസ്റ്റ് കേസിൽ നമ്മൾ പറഞ്ഞില്ലേ ഫാക്ടറി സൊസൈറ്റി, കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നൊക്കെ, അത് ഗുഡ്സ് ട്രാൻസ്പോർട്ട് ഏജൻസികളാണെന്ന് പറഞ്ഞില്ലേ? അതിൻ്റെ കീഴിൽ നമ്മുടെ ടെക്സ്റ്റിൽ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്, ഹു ഹാസ് നോട്ട് പെയ്ഡ് സെൻട്രൽ ടാക്സ് അറ്റ് 6% എന്നുള്ളത്. അത് ഇപ്പോൾ ടെക്സ്റ്റിൽ കൊടുത്തു എന്നേ ഉള്ളൂ. ഇത് പുതിയ അമെൻമെൻറ്റിൽ അതില്ല. ഓക്കെ, അമെൻമെൻറ്റ് വഴി അതൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് പഠിച്ചു വെക്കണ്ട. അതുകൊണ്ടാണ് ഞാനിവിടെ വെട്ടിയിട്ടത്. പക്ഷെ ഞാനത് ആ പോയിന്റ് പറഞ്ഞപ്പോൾ പറയാനായിട്ട് വിട്ടുപോയി. ഓക്കെ, ഞാനത് വെട്ടിയിട്ടേക്കണത് ഇപ്പോൾ അമെൻമെൻറ്റ് അനുസരിച്ച് ഇതില്ല. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കണേ. ആരെങ്കിലും ആ ഫസ്റ്റ് പോയിന്റ് വെച്ച് നിർത്തിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് മുഴുവൻ കേട്ടാലേ ഇത് കേൾക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിച്ചേക്കുക. ഇതില്ല, 6% എന്നുള്ള സംഭവം ഇല്ല. അത് പുതിയ അമെൻമെൻറ്റ് പ്രകാരം അതില്ല. ഗുഡ്സ് ട്രാൻസ്പോർട്ട് ഏജൻസി എന്ന് വരെ ഉള്ളൂ. അതിന് എത്ര പെർസെൻറ്റേജ് എന്താ അത് വേറെ ഒന്നുമില്ല. ഓക്കെ, അതൊന്ന് ഓർത്ത് വയ്ക്കുക. ഇനി നമുക്ക് നമ്മുടെ ഇതിലോട്ട് പോകാം. ഇനി എന്താണ് അടുത്തതും അതേപോലെ തന്നെയാണ്. ആ മ്യൂസിക് കമ്പോസറിൻ്റെ ഒക്കെ കാര്യം പറഞ്ഞ പോലെയാണ് ഓതേഴ്സിൻ്റെ കാര്യവും. ഓക്കെ, ഓതേഴ്സിനും അതേപോലെ തന്നെയാണ്. ആരാണ്? പബ്ലിഷേഴ്സാണ് അതിനുള്ള ടാക്സ് പേ ചെയ്യേണ്ടത്. ആരാണ്? ഓതേഴ്സിന്. ഇപ്പോൾ ഓതേഴ്സൊക്കെ ഉണ്ടാവില്ല, അപ്പോൾ അവരല്ല, ഒരു കോപ്പി റൈറ്റ് ഒക്കെ കൊടുക്കുമായിരിക്കും, പക്ഷെ എന്നാലും അവരല്ല. ആരാണ്? പബ്ലിഷറാണ് അതിനുള്ള ടാക്സ് പേ ചെയ്യേണ്ടത്. ഇനി അതിന് എക്സംഷൻ ഉണ്ട്. എന്താണ്? ഇപ്പോൾ ഓതർ ഒരു രജിസ്ട്രേഷൻ എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ അവരെന്താണ് അവർ ഡിക്ലറേഷൻ ഫയൽ ചെയ്യാം എന്ന് പറയുകയാണ്. ഒരു അനക്ഷർ 1 അവർ ഡിക്ലറേഷൻ ഫയൽ ചെയ്യാമെന്ന് പറയുകയാണ്. അവർ രജിസ്ട്രേഷൻ എടുത്തിട്ടുണ്ട് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ഓതേഴ്സ് തന്നെ ഫയൽ ചെയ്യണം. ഓക്കെ, അവിടെ ആ എക്സംഷന് നമ്മൾ അത് നോക്കി വായിക്കണം. എന്താണ്? ഓതേഴ്സ് നോർമലായിട്ടുള്ള ഓതേഴ്സാണ്, രജിസ്ട്രേഷൻ ഒന്നും ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അത് പബ്ലിഷർ തന്നെയാണ് അതിൻ്റെ ടാക്സ് പേ ചെയ്യേണ്ടത്. പക്ഷേ ഓതേഴ്സിന് രജിസ്ട്രേഷൻ എന്തെങ്കിലും എടുത്തിട്ടുണ്ട്, അവർ ഡിക്ലറേഷൻ ഫോം അനക്ഷർ 1 കൂടി അത് എന്ത് ചെയ്തിട്ടുണ്ട്? ഫയൽ ചെയ്തിട്ടുണ്ട് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ തന്നെയാണ് ടാക്സ് പേ ചെയ്യേണ്ടത്. ഓക്കെ, ആ ഒരു ഇതും രണ്ടും നമുക്കത് ആ ഓർമ്മ പറഞ്ഞേ. രജിസ്ട്രേഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ വേറൊരു തരത്തിലാണെന്നുള്ള കാര്യവും കൂടി നമ്മളൊന്ന് ഓർത്ത് വെക്കണേ. പിന്നെ
ഇനി എന്താണ് ഓവർസീയിങ് കമ്മിറ്റി. ഓവർസീയിങ് കമ്മിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റിസർവ് ബാങ്കിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ലോണിൻ്റെ കാര്യങ്ങളിൽ തീരുമാനം എടുക്കാൻ, ലോണിൻ്റെ കാര്യങ്ങൾ വിഷയമായിട്ടുള്ള അതിനുള്ള ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്, റിസർവ് ബാങ്കിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓവർസീയിങ് കമ്മിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അത് റിസർവ് ബാങ്കിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു സർവീസ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ടാക്സ് പേ ചെയ്യാനുള്ള ബാധ്യതയും റിസർവ് ബാങ്കിന് തന്നെയാണ് ഉള്ളത്. ഇനി ഡയറക്റ്റ് സെല്ലിംഗ് ഏജൻസ്. ഡയറക്റ്റ് സെല്ലിംഗ് ഏജൻറ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒരു മാളിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഷോപ്പിലോ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മളവിടെ ഇപ്പം എൻ്റെ ഒരു അനുഭവം പറയാം. ഇപ്പം നമ്മൾ ഫ്രിഡ്ജ് വാങ്ങിക്കാനായിട്ട് പോയി. ഫ്രിഡ്ജ് വാങ്ങിക്കാനായിട്ട് പോകാൻ നേരത്തെ തന്നെ അവിടെ പല കമ്പനിയുടെ ആൾക്കാരും വന്നിട്ടുണ്ടാവും. ഡയറക്റ്റ് സെല്ലിംഗ് ഏജൻസ് ആണ് അവരെല്ലാവരും. പല കമ്പനിയുടെ ഉണ്ടാവും. ബജാജിൻ്റെ, ടാറ്റ ക്യാപിറ്റലിൻ്റെ, പിന്നെ എന്താണ് എന്തൊക്കെയോ പേര് പറഞ്ഞ് അങ്ങനെ കുറേ ഇതിൻ്റെ വന്നിട്ടുണ്ടായിരുന്നു. കുറേ പേര് ഫിനാൻസിങ് ഏജൻസികൾ ഡയറക്റ്റ് സെല്ലിംഗ് ഉണ്ടായിരുന്നു. നമ്മളുടെ അടുത്ത് എന്ത് ചെയ്യും, നമ്മളത് ലോണിന് വേണ്ടിയിട്ട് ഇനി വേറെ എങ്ങും നമ്മൾ അലഞ്ഞു തിരിഞ്ഞ് നടക്കണ്ട. അവർ തന്നെ നമ്മളുടെ സിബിലൊക്കെ സ്കോറൊക്കെ നോക്കിയിട്ട് അവർ തന്നെ അവിടെ നിന്ന് തന്നെ നമുക്കൊരു എന്ത് ചെയ്യും, നമുക്ക് അവിടെ നിന്ന് തന്നെ ലോണ് പ്രൊവൈഡ് ചെയ്ത് തരും. അപ്പോൾ അവിടെ കുറേ പേര് ഇരിപ്പുണ്ടോ, അതിൽ നമുക്ക് ഏത് വേണം, എവരുടെയാണ് നല്ലതെന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ തീരുമാനിക്കാം. ഓക്കെ, അങ്ങനെയുള്ള കേസസിലും എന്താണ്, ഇവർ ആരാണോ അയച്ചത്, ആർക്ക് വേണ്ടിയിട്ടാണ് ഇവർ വർക്ക് ചെയ്യണത്, അപ്പോൾ അവരാണ് അതിനുള്ള എന്ത് കൊടുക്കേണ്ടത്, GST പേ ചെയ്യേണ്ടത്. ഏതെങ്കിലും ഒരു ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷന് നിന്ന് വന്നേക്കണ റെപ്രസെൻറ്റേറ്റീവ് ആയിരിക്കുമല്ലോ ഇവര്, ഏജന്റുമാരോ അല്ലേ ഇവര്. അപ്പം അവര് പോയി ടാക്സ് അടക്കേണ്ട കാര്യമില്ല. അവരാരാണോ അയച്ചത്, ഏത് കമ്പനിയാണോ അയച്ചത്, ഏത് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണോ അയച്ചത്, ഏത് ബാങ്കിങ് കമ്പനിയാണോ അയച്ചത്, അവരാണ് അതിനുള്ള GST പേ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ബിസിനസ് ഫെസിലിറ്റേറ്റർ. ബിസിനസ് ഫെസിലിറ്റേറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബാങ്കിൻ്റെ കേസിൽ തന്നെ നമുക്ക് ക്ലറിക്കൽ വർക്കൊക്കെ നടത്താനായിട്ട് കുറേ പേരുണ്ടാവും. അതായത് ഇപ്പം നമുക്ക് എന്താണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ അതിൻ്റെ ഫോം ഫില്ല് ചെയ്യാൻ അറിയില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ കൊടുക്കണമെങ്കിൽ അതിൻ്റെ ഇത് അറിയില്ല. അങ്ങനെയൊക്കെ പറയാൻ നേരത്തെ അവിടെ ഇതൊക്കെ ചെയ്തു തരാനായിട്ട് കുറേ ഫെസിലിറ്റേറ്റേഴ്സ് ഉണ്ടാവും. ഓക്കെ, അങ്ങനെയുള്ളത് ഒരു ബാങ്കിന് വേണ്ടിയിട്ട് ആ ബാങ്കിൻ്റെ വർക്ക് ചെയ്യണവരായിരിക്കും ഉള്ളത്. അപ്പം അവർ സർവീസ് ബാങ്കിന് വേണ്ടിയിട്ടല്ലേ ചെയ്യണത്. അപ്പം അവരുടെ GST അടക്കേണ്ട ബാധ്യതയും ബാങ്കിന് തന്നെയാണ് ഉള്ളത്. അപ്പം നിങ്ങൾ എല്ലാത്തിലും ലോക്കൽ എന്താണ് ലൊക്കേറ്റഡ് ഇൻ ദി ടാക്സബിൾ ടെറിട്ടറി എന്നുള്ള പോയിന്റ് നിങ്ങൾ ഓർത്തു വെക്കണം. ഞാൻ പറയണില്ല എന്ന് വിചാരിച്ച് അത് മൈൻഡിൽ കയറ്റാതിരിക്കരുത്. അതെപ്പോഴും നിങ്ങൾ ഓർത്ത് വെക്കണേ. അതിൽ നമ്മൾ ട്രിക്കി ആയിട്ട് ചോദിക്കണത്, ബാങ്ക് സിറ്റുവേറ്റ് ചെയ്യണത് വേറെ സ്ഥലത്തു നിന്നൊക്കെ ആയിരിക്കുള്ളൂ ചോദിക്കണത്. അതുകൊണ്ടാണ് പ്രത്യേകം പറയണത്, അതൊന്നും ഓർത്ത് വെക്കണം നിങ്ങൾ എപ്പോഴും. ഓക്കെ, ഇനി അടുത്തത് എന്താണ്, ഏജന്റ് ഓഫ് ബിസിനസ് കറസ്പോണ്ടന്റ്. സർവീസ് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ അത് ബിസിനസ് കറസ്പോണ്ടന്റ് ഏജന്റ് ആണ്. ഏതെങ്കിലും ഒരു ബിസിനസ് കറസ്പോണ്ടന്റ് ഏജന്റ് ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ അതായിരിക്കും ബിസിനസ് കറസ്പോണ്ടന്റ് തന്നെ ആയിരിക്കുള്ളൂ അത് GST പേ ചെയ്യേണ്ടത്. ഇനി അടുത്തത് ഇത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ്, സെക്യൂരിറ്റി സർവീസസ്. സെക്യൂരിറ്റി സർവീസസ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് സെക്യൂരിറ്റിമാരെയൊക്കെ നമ്മളായിട്ട് തേടി പിടിക്കേണ്ട. ഇപ്പോൾ ഒരു കമ്പനിക്ക് വേണ്ട സെക്യൂരിറ്റി, ഒരു ബാങ്കിന് വേണ്ട സെക്യൂരിറ്റി എന്നൊക്കെ പറയുമ്പോൾ അത് നമ്മളായിട്ട് പോയി തേടി പിടിക്കേണ്ട കാര്യമില്ല. ഇവർക്കായിട്ട് ഒരു ഏജൻസി, ഒരു സർവീസിങ് ഏജൻസി ഉണ്ട്. അവരുടെ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഒരു സ്റ്റാൻഡേർഡിനനുസരിച്ച് നമ്മൾ എന്ത് ഡിമാൻഡ് ചെയ്യണോ അതിനനുസരിച്ചിട്ടുള്ള ആൾക്കാരെ അവർ തന്നെ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, ഇപ്പം ഞാനൊക്കെ വർക്ക് ചെയ്യണ കമ്പനിയാണെന്നുണ്ടെങ്കിലും അവിടെ അതേപോലെ തന്നെയാണ് ചെയ്യണത്. ഓക്കെ, എന്താണ്, അവിടെ വേണ്ടവർക്ക് അവിടെ ആരെയാണോ വേണ്ടത് അവരെ എന്ത് ചെയ്യും, ഇങ്ങനെയുള്ള സെക്യൂരിറ്റി സർവീസുകാർ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമ്മൾ എന്ത് പറയണോ അതിനനുസരിച്ച് ആ സെക്യൂരിറ്റി സർവീസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അതെന്തായിരിക്കും, അത് അപ്പം പ്രൊവൈഡ് ചെയ്യണത് ഒരു രജിസ്റ്റേർഡ് പേഴ്സണ് വേണ്ടിയിട്ടാണെങ്കിൽ അത് പ്രൊവൈഡ് ചെയ്യണ പ്രത്യേകം ശ്രദ്ധിക്കുക. അത് പ്രൊവൈഡ് ചെയ്യണ സെക്യൂരിറ്റി സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന രജിസ്റ്റേർഡ് പേഴ്സണ് വേണ്ടിയിട്ടാണെങ്കിൽ ആ രജിസ്റ്റേർഡ് പേഴ്സൺ ലൊക്കേറ്റഡ് ഇൻ ടാക്സബിൾ ടെറിട്ടറി ആണെന്നുണ്ടെങ്കിൽ അവർ തന്നെയാണ് അതിനുള്ള ടാക്സ് പേ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി അതിന് എക്സംഷൻ ഉണ്ട്. അത് ഗവൺമെൻറ് ഏജൻസിക്കോ ഇതേപോലെ ലോക്കൽ അതോറിറ്റിക്കോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം, ഗവൺമെൻറ് പോയി ടാക്സ് അടക്കാൻ പോടില്ല. ഓക്കെ, അത് തന്നെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഗവൺമെൻറ്റിൻ്റെ കാര്യത്തിൽ ഗവൺമെൻറ് എന്തായാലും പോയി ചെയ്യില്ല. ഇനി സർവീസ്, ഇനി എന്താ പറയുന്നത്, റെൻറ്ററിങ് ഓഫ് ഇനി മോട്ടോർ വെഹിക്കിൾ. ഓക്കെ, റെൻറ്റിന് എടുക്കുകയാണ് എന്താണ് മോട്ടോർ വെഹിക്കിള്. അത് എന്താണ്, ടു ക്യാരി പാസഞ്ചേഴ്സ് വേർ ദ കോസ്റ്റ് ഓഫ് ഫ്യൂൽ ഈസ് ഇൻക്ലൂഡ് ചെയ്തിരിക്കണം.
service provided by way of renting of any motor vehicle designed to carry passengers where the cost of fuel is included in the consideration charge. Okay, cost of fuel include ചെയ്തിരിക്കണം ആ കൺസിഡറേഷൻ ചാർജസിൽ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് ആർക്ക് വേണ്ടിയിട്ടാണോ സർവീസ് നടത്തുന്നത്, ഒരു ബോഡി കോർപ്പറേറ്റിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ അവരാണ് അതിൻ്റെ GST പേ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി എന്താണ് ലെൻഡിങ് സെക്യൂരിറ്റി അണ്ടർ സെക്യൂരിറ്റി ലെൻഡിങ് സ്കീം അനുസരിച്ച്. ഓക്കെ, ലെൻഡിങ് സെക്യൂരിറ്റി അണ്ടർ സെക്യൂരിറ്റി ലെൻഡിങ് സ്കീം അനുസരിച്ച് എന്തെങ്കിലും ഒരു സർവീസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ലെൻഡിങ് ചെയ്യണത് എന്താണ്, അത് ബോറോവേഴ്സ്. ഓക്കെ, ബോറോവേഴ്സ് ആയിരിക്കുമല്ലോ എടുക്കണം. അപ്പോൾ ബോറോവേഴ്സ് തന്നെയാണ് എന്ത് ചെയ്യേണ്ടത്, അതിൻ്റെ ടാക്സ് പേ ചെയ്യേണ്ടത്. ഓക്കെ, ഇത്രയാണ് നമുക്ക് ആ സർവീസസ് എന്നുള്ള ആ ഒരു ഭാഗത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ അത്ര അല്ല, ഇനിയുണ്ടല്ലേ പോയിന്റ്, ശരി അല്ല അത് തന്നെ. ഓക്കെ, അത്രയേ ഉള്ളൂ, 2 പ്രാവശ്യം വന്നതാണ്. അപ്പോൾ അത്രയാണ് നമുക്ക് സർവീസസ് എന്നുള്ള ഭാഗത്ത് പഠിക്കാനുള്ളത്. അപ്പോൾ അത് നിങ്ങൾ ബോറിങ് ആണെന്നുണ്ടെങ്കിലും കുറച്ച് അല്ലേ, ഇപ്പോൾ ഒരു അത്ര ബോറടിക്കാതെ ഞാൻ നോക്കിയിട്ടുണ്ടെന്ന് തോന്നണു. അല്ല എന്നുണ്ടെങ്കിൽ വിട്ട് കളയരുത്, വിട്ട് കളയരുതാരും. അതെങ്ങനെയെങ്കിലും അത് മനസ്സിലാക്കി വെക്കുക. ഇപ്പോൾ കാര്യങ്ങൾ കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ, എത്ര സിമ്പിൾ ആണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും. നല്ല മഴയുണ്ട് ഇവിടെ. ഓക്കെ, നിങ്ങളുടെ അവിടെയൊക്കെ മഴയുണ്ടോ? അത്ര ചൂടാണിപ്പോൾ അല്ലേ, നല്ല ചൂടുള്ള സിറ്റുവേഷനാണ് ഇപ്പോൾ. അത് മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര ആശ്വാസം. അതിൻ്റെ ഒരു സൗണ്ടിൻ്റെ വ്യത്യാസം വന്നിട്ടുണ്ടാവുമായിരിക്കും. ഓക്കെ, എന്തായാലും അപ്പോൾ അത് എന്തായാലും അത് വിട്ട് കളയരുത്. ഓക്കെ, അത് എന്താ പഠിക്കാൻ സിമ്പിളാണ്, പക്ഷെ ആ ഒരു കാര്യങ്ങളൊന്ന് ഓർത്ത് വെച്ചാൽ മതി. നമുക്ക് ആ കേൾക്കുമ്പോൾ ഉള്ള ഒരു ഇതേ ഉള്ളൂ. അത് ഞാനത് ഫുൾ വായിച്ച് നിങ്ങളുടെ അടുത്ത് അത് എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചെങ്കിൽ നിങ്ങൾക്കത് ബോറായി പോയേനെ. ഇപ്പം ആ പോയിന്റ് മാത്രം ഞാനത് അണ്ടർലൈൻ ചെയ്ത് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ അത്രയും ബോറിങ് ആവില്ല എന്ന് പ്രതീക്ഷിക്കുന്നു ഞാൻ. ഓക്കെ, ഇനി അടുത്തതാണ് IGSTയിലുള്ളത്. അടുത്തത് IGSTയിൽ പറഞ്ഞതാണ് പഠിക്കാനുള്ളത്. ഓക്കെ, IGSTയിൽ പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നോൺ ടാക്സബിൾ ടെറിട്ടറി, ഒരു നോൺ ടാക്സബിൾ ടെറിട്ടറിയിൽ, അതായത് അതർ ദാൻ നോൺ ടാക്സബിൾ ഓൺലൈൻ റെസിപ്പി എന്ന് പറഞ്ഞാൽ അത് അതിൽ പറഞ്ഞില്ല. അതെന്താണെന്നുള്ളത് നമുക്ക് പിന്നീട് പഠിക്കാനുണ്ട്. ഓക്കെ, അതായത് എനി സർവീസ് സപ്ലൈഡ് ബൈ എനി പേഴ്സൺ ഹു ഈസ് ലൊക്കേറ്റഡ് ഇൻ എ നോൺ ടാക്സബിൾ സർവീസ്. ഏതെങ്കിലും ഒരു സർവീസ് കൊടുക്കണ ആള് അവർ താമസിക്കുന്ന നോൺ ടാക്സബിൾ ടെറിട്ടറി ആണെങ്കിൽ, ടാക്സബിൾ ടെറിട്ടറി അല്ല നോൺ ടാക്സബിൾ ടെറിട്ടറി ആണെന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് ഇവിടെ പഠിക്കണം. അത് അവിടെ IGST ആണ് പറഞ്ഞതെന്നുള്ളത്. IGST എന്നുള്ളത് പോയിന്റ് വന്നപ്പോൾ നമുക്ക് മനസ്സിലായില്ലേ, എന്തായാലും ഇവിടെയല്ല നോൺ ടാക്സബിൾ ടെറിട്ടറി ആയിരിക്കും എന്നുള്ളത് മനസ്സിലായില്ലേ. അപ്പോൾ എന്താണ്, ആരാണത് അടക്കേണ്ടത്, എനി പേഴ്സൺ ലൊക്കേറ്റഡ് ഇൻ ദ ടാക്സബിൾ ടെറിട്ടറി അതർ ദാൻ നോൺ ടാക്സബിൾ ഓൺലൈൻ റെസിപ്പി. നോൺ ടാക്സബിൾ ഓൺലൈൻ റെസിപ്പിയല്ല, പേഴ്സൺ ടാക്സബിൾ ടെറിട്ടറിയിൽ ലൊക്കേറ്റ് ചെയ്യുന്ന പേഴ്സൺ തന്നെയാണ് അങ്ങനെ ഒരു സർവീസ് ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ തന്നെയാണ് എന്ത് ചെയ്യേണ്ടത്, അതിനുള്ള ടാക്സ് IGST പേ ചെയ്യേണ്ടത്. ഓക്കെ, നോൺ taxable online recipient means any government, local authority, government authority, an individual or any other person not registered and receiving online information and database access or retrieval services in relation to any purpose other than commerce, industry or any other business or profession located in taxable territory. Government authority means an authority. എന്താണെന്നുള്ള ഗവൺമെൻറ് അതോറിറ്റി അറിയാലോ. ഓക്കെ, ഇനി രണ്ടാമത്തെ കാര്യം, അതിൽ 2 പോയിന്റ് എന്തോ ഉള്ളെന്ന് തോന്നുന്നു. IGSTയിൽ ആ ഒരു കുറച്ചേ പറഞ്ഞുള്ളൂ. ഓക്കെ, അയ്യേ ഓക്കെ, ഓക്കെ, അടുത്തത് എന്താണ്, അടുത്ത് പറയണത് സർവീസ് സപ്ലൈഡ് ബൈ എ പേഴ്സൺ ലൊക്കേറ്റഡ് ഇൻ നോൺ ടാക്സബിൾ ടെറിട്ടറി ബൈ വേ ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ് ബൈ എ vessel from a place outside India up to the custom station of clearance in India. ഓക്കെ, അതായത് എന്തെങ്കിലും ഒരു എന്താണ് സർവീസ് ഒരു ആ പേഴ്സൺ എന്തായിരിക്കും, നോൺ ടാക്സബിൾ ടെറിട്ടറിയിലുള്ള പേഴ്സൺ ആയിരിക്കും. അത് ഏതെങ്കിലും ഒരു ട്രാൻസ്പോർട്ടേഷൻ വഴി നമ്മൾ അതെന്തെങ്കിലും ഒരു
എന്താണ് ഒരു സർവീസസ് നടത്തുവാണെന്നുണ്ടെങ്കിൽ അത് ആ നോൺ ടാക്സ്, അതായത് ഇപ്പോൾ എന്താണ് നമ്മൾ മുന്നേ പഠിച്ചു, കഴിഞ്ഞ ക്ലാസ്സോ അതിൻ്റെ മുന്നത്തെ ക്ലാസ്സിൽ എന്തോ നമ്മൾ എക്സാമ്പിളായിട്ട് പറഞ്ഞു. അതായത് ഇന്ത്യക്ക് പുറത്തുള്ള, നമ്മൾ ടൂറ് പോയി കഴിഞ്ഞപ്പോൾ ഇന്ത്യക്ക് പുറത്തുള്ള ഏതോ ഒരു ഗാർഡനോ വീടോ എന്തോ ഇഷ്ടപ്പെട്ടു. ആ ഇഷ്ടപ്പെട്ടപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ആ പണിതത് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് അവരെ നമ്മൾ എന്ത് ചെയ്യും, വിളിച്ചിട്ട് വന്നു നമ്മുടെ സ്റ്റേറ്റിൽ വന്നു. അപ്പോൾ എന്താണ്, അതർ സ്റ്റേറ്റിലുള്ളവരെയാണ്, ന്യൂയോർക്കോ UK എവിടെയുള്ളവരെ വിളിച്ചിട്ട് വന്ന് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ആ സ്റ്റൈലിൽ തന്നെ നമ്മൾക്ക് രീതിയിൽ വേണം എന്ന് പറഞ്ഞ് അത് നമ്മൾ അവരെ കൊണ്ട് പണിയിക്കുകയാണ് ചെയ്യണത്. ഓക്കെ, അങ്ങനെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടോ? ആ സംഭവം തന്നെയാണ് ഇതുള്ളത്. ഓക്കെ, അപ്പോൾ അവരാരാണോ കൊണ്ടുവന്നത് അവർ തന്നെയാണ് അതിന് ടാക്സ് അടയ്ക്കേണ്ടത്. ഓക്കെ, ഇനി അടുത്തത് അൺരജിസ്റ്റേർഡ് പേഴ്സൺ. അൺരജിസ്റ്റേർഡ് പേഴ്സൺ എന്നുള്ളത് എളുപ്പമാണ് അല്ലേ? അൺരജിസ്റ്റേർഡ് റിവേഴ്സ് ചാർജ് പറഞ്ഞത് അൺരജിസ്റ്റേർഡ് പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും അല്ലേ ആരാണെന്നുള്ളത്. അത് പ്രൊമോട്ടേഴ്സിൻ്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. അൺരജിസ്റ്റേർഡ് പേഴ്സൺ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇവിടെ എന്താണ്, പ്രൊമോട്ടേഴ്സിൻ്റെ കാര്യമാണ്. ഓക്കെ, അതായത് ഏതെങ്കിലും ഒരു സപ്ലൈ ഓഫ് സ്പെസിഫൈഡ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഓർ ബോത്ത് other than service by way of grant of development rights, long term lease of land, FCA included additional FCA, which constitutes the shortfall from the minimum value of goods or services or both required to be purchased by a promoter for construction of project in a financial year till the date of issuance of completion certificate or first occupation, whichever is earlier. അതായത് ഇപ്പോൾ എന്താണ്, ഏതെങ്കിലും ഒരു പ്രൊമോട്ടർ ഏതെങ്കിലും ഒരു ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും കൺസ്ട്രക്ഷനോ അങ്ങനെ എന്തെങ്കിലും ഒന്നും നടത്തുവാണ്. ആ നടത്തിയിട്ട് അതിന് ഷോർട്ട് ഫോൾ ഉണ്ടാവുകയാണ്. ഷോർട്ട് ഫോൾ ഉണ്ടാവുക മീൻസ് ഇത്ര ഇത് വേണമെന്നുണ്ട്. അപ്പം ഇടി നല്ല ഇടി വെട്ടണ ശ്രദ്ധിച്ചായിരുന്നോ? സൂപ്പർ ഇടിയെ. ഒരു മിനിറ്റ് എടാ. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം അല്ലേ? അപ്പോൾ നമ്മൾ ഇവിടെ IGST പറഞ്ഞു കഴിഞ്ഞാണോ? IGSTയിൽ നമ്മൾ ഇത് നോൺ ടാക്സബിൾ ടെറിട്ടറി ടു എനി പേഴ്സൺ അതർ ദാൻ നോൺ ടാക്സബിൾ ഓൺലൈൻ റെസിപ്പിയൻറ്റ്. ഇല്ല, ഇത് നമ്മൾ പറഞ്ഞല്ലേ, എന്താണ്, നമുക്ക് പുറത്ത് രാജ്യത്ത് ആരെങ്കിലും ഏതെങ്കിലും ഒരു വീട് എന്തെങ്കിലും ഇഷ്ടപ്പെട്ടു, അപ്പോൾ അവർ പണിത പോലെ നമ്മുടെ ഇന്ത്യയിലേക്ക് അത് വേണമെന്നുണ്ടെങ്കിൽ നമ്മളത് കൊണ്ടുവരും അല്ലേ? അവരെ കൊണ്ടുവന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മളായിട്ട് തന്നെ അത് ടാക്സ് നമ്മളായിട്ട് തന്നെയാണ് പേ ചെയ്യണേ എന്നുള്ളത് അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ? അതേപോലെ തന്നെയാണ് ഇത്. എന്താണ്, നമുക്ക് പുറത്തുള്ള ഏതെങ്കിലും ഒരു നോൺ ടാക്സിബിൾ ടെറിട്ടറിയിലുള്ള എന്തെങ്കിലും ഒരു സർവീസ് നമുക്ക് വേണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗുഡ്സ് നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ട്രാൻസ്പോർട്ടേഷൻ വഴിയാണെന്നുണ്ടെങ്കിൽ ആ ട്രാൻസ്പോർട്ടേഷന് നമ്മൾ ഏർപ്പെടുത്തും, നമ്മുടെ ഇതിലേക്ക് എത്തിക്കും. നമ്മൾ എങ്ങനെയെങ്കിലും അത് നമ്മുടെ ഇതിലേക്ക് ക്ലിയറൻസിലേക്ക് എത്തിക്കും. ഓക്കെ, കസ്റ്റം ക്ലിയറൻസിലേക്ക് എത്തിക്കാൻ നേരത്തെ അതിന് ടാക്സ് പേ ചെയ്യേണ്ട ആരാണ്? ഇമ്പോർട്ടർ തന്നെയാണ്. ഓക്കെ, ഇമ്പോർട്ടർ തന്നെ അതിന് പേ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാണ്ട് അവരുടെ അടുത്ത് പേ ചെയ്യാൻ പറയാൻ പറ്റുമോ? ഇല്ല. ഇനി അടുത്ത എന്താണ്, റിവേഴ്സ് ചാർജ് അൺരജിസ്റ്റേർഡ് പേഴ്സൺ. ഓക്കെ, അൺരജിസ്റ്റേർഡ് പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ അൺരജിസ്റ്റേർഡ് പേഴ്സൻ്റെ കേസ് വരുന്നത് എല്ലാം എന്താണ്, പ്രൊമോട്ടറാണ്. പ്രൊമോട്ടേഴ്സ് മീൻസ് ബിൽഡേഴ്സിൻ്റെ ഇതിലാണ് അൺരജിസ്റ്റേർഡ് പേഴ്സൻ്റെ കേസ് എല്ലാം വരുന്നത്. അത് എങ്ങനെയാണ് പറയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ബിൽഡേഴ്സ് പ്രൊമോട്ടേഴ്സ് എന്ത് ചെയ്യും, അവർക്ക് ഉള്ള സാധനങ്ങൾ, അതായത് ഓരോന്ന് കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ നേരത്ത് ഒരു ലിമിറ്റ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, 80% ആണ്. 80% ആണ് ലിമിറ്റ്. എന്താ, രജിസ്റ്റേർഡ് പേഴ്സൻറ്റേജിൽ നിന്ന് വാങ്ങിക്കണം. ലിമിറ്റ് 80% സാധനങ്ങൾ രജിസ്റ്റേർഡ് പേഴ്സൻറ്റേജിൽ നിന്ന് വാങ്ങിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ, 20% നമുക്ക് അൺരജിസ്റ്റേർഡ് പേഴ്സൻറ്റേജിൽ നിന്ന് വാങ്ങിച്ചാലും ഓക്കെ ആണെന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, 80% സാധനങ്ങളും രജിസ്റ്റേർഡ് പേഴ്സൻറ്റേജിൽ നിന്ന് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ സാധാരണ ഫോർവേഡ് ചാർജ് മെക്കാനിസം പോലെ തന്നെ GST പേ ചെയ്താൽ മതി. ഇനി അവിടെ എന്തെങ്കിലും ഒരു ഷോർട്ട് ഫോൾ വരുവാണെങ്കിൽ, ഷോർട്ട് ഫോൾ മീൻസ് എന്താണ്, ആ 80% സാധനങ്ങൾ നമ്മൾ രജിസ്റ്റേർഡ് പേഴ്സൻറ്റേജിൽ നിന്ന് വാങ്ങിച്ചില്ല, ഒരു 70-60% സാധനങ്ങൾ മാത്രമേ നമ്മൾ രജിസ്റ്റേർഡ് പേഴ്സൻറ്റേജിൽ നിന്ന് വാങ്ങിച്ചുള്ളൂ. അങ്ങനെ ഒരു ഷോർട്ട് ഫോൾ വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആ ബാലൻസ് ഉള്ള എമൗണ്ടിന് നമ്മൾ പ്രൊമോട്ടർ തന്നെ എന്ത് ചെയ്യണം, അവിടെ GST പേ ചെയ്തിരിക്കണം. ആ ഷോർട്ട് ഫോൾ എത്രയാണോ വന്ന് അതിനുള്ള GST നമ്മൾ എന്ത് ചെയ്തു, പ്രൊമോട്ടർ തന്നെ പേ ചെയ്തിരിക്കണം. അതേപോലെ സിമൻറ്റ് വാങ്ങിക്കണത്, ക്യാപിറ്റൽ ഗുഡ്സ് വാങ്ങിക്കണതും അൺരജിസ്റ്റേർഡ് പേഴ്സണിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള GST പ്രൊമോട്ടർ തന്നെ പേ ചെയ്തിരിക്കണമെന്ന്. ഓക്കെ, എന്താണെന്നുള്ളത് മനസ്സിലായില്ലേ ഇത്?
അതായത് അൺരജിസ്റ്റേഡ് 9(4) പറയണത് റിവേഴ്സ് ചാർജ് പറഞ്ഞത് അൺരജിസ്റ്റേർഡ് പേഴ്സൺ എന്ന് ഉദ്ദേശിക്കുന്നത് ആരെയാണ്? പ്രൊമോട്ടേഴ്സിനെയാണ്, അതായത് ബിൽഡേഴ്സിനാണ്. ബിൽഡേഴ്സിന് വേണ്ട സാധനങ്ങൾ, ബിൽഡേഴ്സിന് വേണ്ട കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ 80% സാധനങ്ങൾ രജിസ്റ്റേർഡ് പേഴ്സണിൽ നിന്നാണ് വാങ്ങിക്കേണ്ടത്. അത് GST രജിസ്ട്രേഷൻ എടുത്തിരിക്കണവരിൽ നിന്നാണ് വേണം വാങ്ങിക്കാനെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ 80% അതേപോലെ GST രജിസ്ട്രേഷൻ എടുത്തവരിൽ നിന്നാണ് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഫോർവേഡ് ചാർജിൽ തന്നെ നമുക്ക് എന്താണ് GST പേ ചെയ്താൽ മതി. റിവേഴ്സ് ചാർജ് മെക്കാനിസം യൂസ് ചെയ്യണ്ട. ഇനി അവിടെ ഷോർട്ട് ഫോൾ വരുവാണ്. ഷോർട്ട് ഫോൾ എന്ന് വെച്ചാൽ എന്താണ്? 80% നമുക്ക് കംപ്ലീറ്റ് 80% നമ്മൾ വാങ്ങിച്ചില്ല, ഒരു 70% നമ്മൾ രജിസ്റ്റേർഡ് പേഴ്സണിൽ നിന്ന് വാങ്ങിച്ചോളൂ, ബാക്കിയെല്ലാം നമ്മൾ വാങ്ങിച്ച അൺരജിസ്റ്റേർഡ് പേഴ്സണിൽ നിന്നാണെങ്കിൽ അത് 70 to 80% 10% ആ 10%-നുള്ള GST ആര് പേ ചെയ്യണം? പ്രൊമോട്ടർ പേ ചെയ്തോളണം. അതേപോലെ സിമെന്റ് വാങ്ങിക്കുന്ന അൺരജിസ്റ്റേർഡ് പേഴ്സണിൽ നിന്നാണെങ്കിൽ അത് പ്രൊമോട്ടർ പേ ചെയ്യണം. ക്യാപിറ്റൽ ഗുഡ്സ് വാങ്ങിക്കണം അൺരജിസ്റ്റേർഡ് പേഴ്സണിൽ നിന്നാണെങ്കിൽ അതും പ്രൊമോട്ടർ അതിൻ്റെ GST പേ ചെയ്തണം. ഇനിയുള്ളതാണ് കൊമേഴ്സ് ഓപ്പറേഷൻ 9(5) പറയണത്. ഇത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് കൊമേഴ്സ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, കൊമേഴ്സ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഫസ്റ്റ് ഇപ്പോൾ ഇതിൽ നമുക്ക് പറയേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഫ്ലിപ്കാർട്ട്, ആമസോൺ അതേപോലെയുള്ള സൈറ്റ് വഴിയാണ് നമ്മൾ എന്ത് ചെയ്യണത്? എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ പർച്ചേസ് ചെയ്യണം അല്ലേ? ഓൺലൈൻ പർച്ചേസിൻ്റെ കാലമാണ്. എല്ലാം ഇതേപോലെയുള്ള സൈറ്റ് വഴിയാണ് നമ്മളെല്ലാവരും പർച്ചേസ് ചെയ്യണം. പർച്ചേസ് ചെയ്യാൻ നേരത്തേക്ക് എന്ത് ചെയ്യും? അവിടെ കുറേ പേര് അവരുടെ പ്രോഡക്റ്റ് എല്ലാം എടുത്ത് ഫ്ലിപ്കാർട്ടിലേക്ക് കൊണ്ടുവന്ന് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും. ആ പ്രോഡക്റ്റ് കണ്ടിട്ടാണ് നമ്മൾ പർച്ചേസ് ചെയ്യണം. പർച്ചേസ് ചെയ്യണത് എന്താണ്? ഫ്ലിപ്കാർട്ട് വഴിയാണ് നമുക്ക് പർച്ചേസ് ചെയ്യണം, അല്ലെങ്കിൽ ആമസോൺ വഴിയാണ് നമ്മൾ പർച്ചേസ് ചെയ്യണം. പക്ഷേ അത് അവരിൽ നിന്നാണ് പർച്ചേസ് ചെയ്യണമെങ്കിൽ ആരെ വിശ്വസിച്ച് ആരുടെ ആപ്പിലൂടെയാണ് നമ്മൾ പർച്ചേസ് ചെയ്യണം? ഫ്ലിപ്കാർട്ടിൻ്റെ, ആമസോണിൻ്റെ അതേപോലെയുള്ള ആപ്പുകളിൽ കൂടെയാണ് നമ്മൾ പർച്ചേസ് ചെയ്യണം. അപ്പോൾ നമ്മൾ പോയി GST ആർക്കാണ് കൊടുക്കുന്നത്? നമ്മൾ കൊടുക്കുന്നത് ഫ്ലിപ്കാർട്ടിനാണ് പേ ചെയ്യണം അല്ലേ? അപ്പം അങ്ങനെയുള്ള സൈറ്റിൽ കൂടിയൊക്കെ പേയ്മെൻറ്റ് നടത്തുവാണെന്നുണ്ടെങ്കിൽ ഫ്ലിപ്കാർട്ട് അതെന്ത് ചെയ്യണം? ആരിൽ നിന്നാണോ നമ്മൾ സാധനം വാങ്ങിച്ചാൽ അവർക്ക് ആ പേയ്മെൻറ്റ് നടത്തണ്ടേ? ഫ്ലിപ്കാർട്ട് പേ ചെയ്യാൻ നേരത്തേക്കും അവർക്ക് ആ ടാക്സ് എമൗണ്ട് അല്ലാത്ത പോർഷൻ മാത്രം, അതായത് ടാക്സ് ഇപ്പോൾ 100 rupees ഒരു സാധനം വാങ്ങിച്ചു, പ്ലസ് 20% ടാക്സ് GST വന്നു, അങ്ങനെ 120 rupees ഞാൻ ഫ്ലിപ്കാർട്ടിന് പേ ചെയ്തു എന്ന് വിചാരിച്ചോ. അപ്പോൾ ഫ്ലിപ്കാർട്ട് അവർക്ക് ആ സാധനം നമുക്ക് തന്നവർക്ക് പേ ചെയ്യാൻ നേരത്തേക്കും ഫ്ലിപ്കാർട്ട് പേ ചെയ്യേണ്ട 100 rupees ആണ്. 20 rupees എന്നുള്ളത് എന്താണ്? ഫ്ലിപ്കാർട്ട് തന്നെ കൊണ്ടുപോയി GST പേ ചെയ്യണം എന്നാണ് അർത്ഥം. ഫ്ലിപ്കാർട്ട് എന്ന് ഉദ്ദേശിച്ച് ഞാൻ ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണ്. ഇങ്ങനത്തെ ഏത് ആപ്പ് വഴി നമ്മൾ പോയാലും അത് തന്നെയാണ് സ്ഥിതി. ഇപ്പം നമ്മൾ ഓള, ഊബർ അങ്ങനെയുള്ള ആപ്പാണെങ്കിൽ ശരി, സ്വിഗ്ഗി, സൊമാറ്റോ, പിന്നെ സെക്യൂരിറ്റീസിനെ പ്രൊവൈഡ് ചെയ്യണത്, എന്തെങ്കിലുമൊക്കെ സർവീസ് പ്രൊവൈഡ് ചെയ്യണം, അങ്ങനെ എന്ത് ആപ്പ് വഴി നമ്മൾ പോയാലും ഇത് തന്നെയാണ് അതിൻ്റെ ഒരു പോയിന്റ് ഉള്ളത്. പിന്നെ അവിടെ വ്യത്യാസം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഹോട്ടൽസ് എല്ലാം നമ്മൾ ബുക്ക് ചെയ്യും അല്ലേ? നമ്മൾ ഓരോരുത്തർക്ക് ടൂറ് പോകാൻ നേരത്ത് പല ആപ്പുകളുണ്ട് ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ അതുവഴി നമ്മൾ ഹോട്ടൽസ് എല്ലാം ബുക്ക് ചെയ്യും. അപ്പോൾ ഹോട്ടൽസ് എല്ലാം ബുക്ക് ചെയ്യാനായിട്ട് അവിടെയുള്ള ഹോട്ടൽ രജിസ്റ്റേർഡ് ഹോട്ടൽ ആണെന്നുണ്ടെങ്കിൽ ആ രജിസ്റ്റേർഡ് ഹോട്ടൽ തന്നെ എന്ത് ചെയ്യും? അതിൻ്റെ ടാക്സ് കൊണ്ട് അടച്ചോളും. അത് നമ്മൾ അടയ്ക്കേണ്ട കാര്യം, അത് നമ്മളല്ല, അതേപോലെയുള്ള ആപ്പ് അടയ്ക്കേണ്ട കാര്യമില്ല. ഓക്കെ, ആ രജിസ്റ്റേർഡ് അല്ല, ആ ഹോട്ടൽസ് രജിസ്റ്റേർഡ് അല്ല, ഒരു സാധാരണ ഒരു ലോഡ്ജിലാണ് അല്ലേ? അതേപോലത്തെ സാധാ ഒരു സ്ഥലത്താണ് നമ്മൾ ബുക്ക് ചെയ്തതെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും? അവർക്കപ്പോൾ രജിസ്ട്രേഷൻ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ആ ആപ്പാണ് ഉപയോഗിക്കേണ്ടത്. ആ ആപ്പ് തന്നെയാണ് അതിൻ്റെ GST അടയ്ക്കേണ്ടത്. ഇനിയിപ്പോൾ ആ ഹോട്ടൽസ് രജിസ്റ്റേർഡ് ആണെന്നുണ്ടെങ്കിൽ, ഹോട്ടൽസിന് GST രജിസ്ട്രേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഹോട്ടൽ തന്നെയാണ് ആ GST രജിസ്ട്രേഷൻ അടയ്ക്കേണ്ടത്. അപ്പോൾ ആ ആപ്പ് എന്ത് ചെയ്യണം? അതിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. GST രജിസ്ട്രേഷൻ ഒന്നും അവർക്ക് വേണ്ടിയിട്ട് അടയ്ക്കേണ്ട കാര്യമില്ല. അത് ഹോട്ടൽസിൻ്റെ കാര്യമാണ്. ഇനി അതേപോലെ തന്നെ ഈ സ്വിഗ്ഗി, സൊമാറ്റോ അങ്ങനെയുള്ളതിലും നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യും. ഫുഡ് ഓർഡർ ചെയ്യണ കേസിലും ഇതേ സെയിം തന്നെയാണ് വരുന്നത്. അവിടെ ഒരു വ്യത്യാസം ഉണ്ട്. എന്താ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഹോട്ടലിൽ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യണതിൻ്റെ കൂട്ടത്തിൽ അവിടെ ഏതെങ്കിലും അക്കോമഡേഷൻ ഫെസിലിറ്റി കൂടി തരണുണ്ട് എന്ന് ഇരുന്നോ, അവിടുത്തെ സ്റ്റേ ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി കൂടി തരണുണ്ട്. അവിടെ ആ ഫെസിലിറ്റി തരുന്നത് 7,500 മേലെയാണ് അതിൻ്റെ ആ ഫെസിലിറ്റി ചാർജ്, അതായത് അതിൻ്റെ ഒരു റെൻറ്റ് ഒക്കെ 7,500 മേലെയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്താ വ്യത്യാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവിടെ ഈ പറഞ്ഞില്ലേ രജിസ്റ്റേർഡ് ഹോട്ടലാണെങ്കിൽ അവർ തന്നെ ചെയ്തോളൂന്നു, അതേപോലെ തന്നെയാണ്. 7,500 മേലെയുള്ള ഹോട്ടൽസ് ആണെന്നുണ്ടെങ്കിൽ സ്വിഗ്ഗിയും സൊമാറ്റോ ഒന്നും നേരിട്ട് അത് ടാക്സ് ഗവൺമെൻറ്റിലേക്ക് പേ ചെയ്യേണ്ട കാര്യമില്ല. ആ ഹോട്ടൽസ് തന്നെ പേ ചെയ്തോളും. ഓക്കെ, ഇതാണ് നമുക്ക് ഇതിൽ
ഇ കൊമേഴ്സ് ഓപ്പറേറ്റർ എന്നുള്ളതിൽ ശ്രദ്ധിക്കാനുള്ളത്. അതായത് എന്താണ് റെസിപ്പിയൻ്റ് ആയിട്ട് നിൽക്കണത്, റെസിപ്പിയൻ്റ് ആയിട്ട് ഇത്രയും നേരം നിന്നത് ആരാണെന്നുള്ളത് അതാണ് നിന്ന്, അല്ലെ ആരാണോ റെസിപ്പിയൻ്റ് അവരാണ് നിന്നത്. പക്ഷേ ഇതിൻ്റെ ഇടയിൽ നമുക്കിപ്പോൾ ഒരു ആപ്പ് എന്നുള്ള ഒരു കുറച്ച് സംഭവങ്ങൾ കയറി വരുന്നുണ്ട് അല്ലേ. ഈ പറഞ്ഞ പോലെ സ്വിഗ്ഗി, സൊമാറ്റോ, ഫ്ലിപ്കാർട്ട്, ആമസോൺ അങ്ങനെയുള്ള പല ആപ്പുകളും കയറി വരുന്നുണ്ട്. അപ്പം അവരാണ് റെസിപ്പിയൻ്റ് ആയിട്ട് നിൽക്കുന്നത്. ഓക്കെ, അവരാണ് റെസിപ്പിയൻ്റ് ആയിട്ട് നിൽക്കുന്നത്, അവരാണ് പോയി ഗവൺമെൻറ്റിലോട്ട് ടാക്സ് പേ ചെയ്യണത്. ഓക്കെ, ഇനി അത് 2 കേസിൽ മാത്രമേ വ്യത്യാസം വരണുള്ളൂ. ഒന്ന് 7,500 മേലെയുള്ള ഒരു ഹോട്ടൽ ഫുഡ് പ്ലസ് അക്കോമഡേഷൻ എന്തെങ്കിലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, 7,500 മേലെയാണ് അതിൻ്റെ ബില്ല് പറഞ്ഞതെന്നുണ്ടെങ്കിൽ അവർക്ക് ഉള്ള എന്താണ് അവർക്ക് വരുന്ന ആ GST എന്ത് ചെയ്യണ്ട, അവർക്ക് വരുന്ന GST ഇതേപോലെയുള്ള ആപ്പുകൾ പേ ചെയ്യണ്ട. ആര് തന്നെ പേ ചെയ്തോളും? ആ ഹോട്ടൽസ് തന്നെ പേ ചെയ്തോളും. അതേപോലെ തന്നെ സ്റ്റേ ചെയ്യണ ഹോട്ടൽ, ഏതെങ്കിലും സ്റ്റേ ചെയ്യണ ഹോട്ടൽസ് പല ഉണ്ടല്ലോ, ബുക്ക് മൈ ട്രിപ്പ് എന്നോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ കുറേ ആപ്പുകളില്ലേ, അതുവഴി നമ്മൾ പുറത്തേക്കൊക്കെ പോകുമ്പോൾ റൂംസ് ഒക്കെ എടുക്കണത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അങ്ങനെയൊക്കെയുള്ള ആപ്പുകൾ വഴിയാണ് നമ്മൾ റൂം എടുക്കുന്നത്. ആ റൂം എടുക്കണ ആ ഹോട്ടൽ രജിസ്റ്റേർഡ് ആണെന്നുണ്ടെങ്കിൽ, ആ രജിസ്റ്റേർഡ് ഹോട്ടൽ ആണെന്നുണ്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്യണം, ആ ആപ്പ് GST കളക്ട് ചെയ്യേണ്ട കാര്യമില്ല. എന്ത് ചെയ്യും, ആ ഹോട്ടൽസ് തന്നെ GST പേ ചെയ്തോളും. അങ്ങനെ രജിസ്റ്റേർഡ് ആണെങ്കിൽ. അൺരജിസ്റ്റേർഡ് ആണെങ്കിൽ ഈ ആപ്പ് തന്നെയാണ് പേ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇ കൊമേഴ്സ് ഓപ്പറേറ്റർ എന്നുള്ളതിൽ പഠിക്കാനുള്ളത്. അതൊന്ന് ആ ഒരു പോയിന്റ് മാത്രം ഒന്ന് ഓർത്തു വയ്ക്കാം. ഓക്കെ, റിവേഴ്സ് ചാർജ് അൺരജിസ്റ്റേർഡ് പേഴ്സൺ ഉള്ള 9(4) എന്താണെന്നുള്ളത് മനസ്സിലായല്ലോ. പ്രൊമോട്ടേഴ്സിനെ കുറിച്ചിട്ടുള്ളതാണ്. ഓക്കെ, പ്രൊമോട്ടേഴ്സിന് എന്താണ്, പ്രൊമോട്ടേഴ്സിന് പറഞ്ഞ ഇത് അൺരജിസ്റ്റേർഡ് പേഴ്സണിൽ നിന്ന് പർച്ചേസ് ചെയ്താൽ പറഞ്ഞ ഇതാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് സിമെൻറ്റ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അൺരജിസ്റ്റേർഡ് പേഴ്സണിൽ നിന്നാണെന്നുണ്ടെങ്കിൽ പ്രൊമോട്ടേഴ്സ് തന്നെ GST പേ ചെയ്യണം. ക്യാപിറ്റൽ ഗുഡ്സ് ആണ് അൺരജിസ്റ്റേർഡ് പേഴ്സണിന് പർച്ചേസ് ചെയ്താൽ പ്രൊമോട്ടേഴ്സ് തന്നെ പേ ചെയ്യണം. അതേപോലെ തന്നെ ഒരു ഫിക്സഡ് പെർസെൻറ്റേജ് 80% പ്രൊമോട്ടേഴ്സ് 80% സാധനങ്ങൾ പ്രൊമോട്ടേഴ്സ് വാങ്ങുന്നത് രജിസ്റ്റേർഡ് പേഴ്സണിൽ നിന്നായിരിക്കണമെന്നുണ്ട്. അതിലെന്തെങ്കിലും ഷോർട്ട് ഫോൾ വരികയാണെങ്കിൽ ആ ഷോർട്ട് ഫോൾ വരുന്ന എമൗണ്ട് പ്രൊമോട്ടേഴ്സ് തന്നെ പേ ചെയ്തിരിക്കണം. അതാണ് അൺരജിസ്റ്റേർഡ് പേഴ്സൺ 9(4) പറഞ്ഞിരിക്കുന്നത്. പിന്നെന്താ, പിന്നെ ഇവിടെ IGST റിവേഴ്സ് ചാർജ് നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ. വേറെ ഒരാളെ നമ്മൾ ഇവിടേക്ക് കൊണ്ടുവന്ന് അവരുടെ സർവീസ് ഇതാക്കുവാണെന്നുണ്ടെങ്കിൽ അതിനുള്ള ഇത് ടാക്സ് കൊടുക്കേണ്ടത് നമ്മൾ തന്നെയാണ്. അതേപോലെ തന്നെ നമുക്ക് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ഗുഡ്സ് നോൺ ടാക്സബിൾ ടെറിട്ടറിയിൽ നിന്ന് നമ്മൾ വരുത്തുവാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മളൊരു ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി എല്ലാം എടുത്തിട്ട് വരും. പക്ഷേ ആ ട്രാൻസ്പോർട്ടറോട് തന്നെ പറയാൻ പറ്റുമോ നിങ്ങൾ GST ഒക്കെ പേ ചെയ്ത്? അല്ല, നമുക്ക് ആർക്ക് വേണ്ടിയിട്ടാണോ അത് കൊണ്ടുവന്നത് അവർ തന്നെ അത് എന്ത് ചെയ്യണം, ടാക്സ് പേ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ ബാലൻസ് എല്ലാം നമ്മൾ ഇത് പറഞ്ഞ പോലെ തന്നെയാണ്. ഇതിൽ ലെൻഡിങ് സെക്യൂരിറ്റി എന്നുള്ളത് സെബിയുടെ ഗൈഡ് ലൈനിൽ പറഞ്ഞാണ്. അതായത് നമ്മൾ ഈ ഇതൊക്കെ നടത്തൂലേ, ഷെയർ ട്രേഡിങ്ങും അതൊക്കെ നടത്തൂലേ, അപ്പോൾ നടത്താൻ നേരത്തേക്ക് നമ്മൾ എത്രയെങ്കിലും ഒരു ബൾക്കായിട്ട് ഒരു വലിയൊരു എമൗണ്ടിന് നമ്മൾ എന്തെങ്കിലും പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പർച്ചേസ് ചെയ്തത് നമ്മൾ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ലോൺ എടുക്കാം. ഓക്കെ, ആ ലോൺ ചെയ്യാം. അപ്പോൾ അതിൽ ബോറോവർ തന്നെയാണ് എന്ത് ചെയ്യേണ്ടത്, GST പേ ചെയ്യേണ്ടതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, പിന്നെ ഉള്ളത് എന്തായാലും ഇമ്പോർട്ടൻ്റ് എന്ന് പറയണത് എന്തായാലും നിങ്ങൾ ഒരു 2-3 പ്രാവശ്യമെങ്കിലും അത് മനസ്സിലാക്കിയിട്ട് പോവുക. മോട്ടോർ വെഹിക്കിളൊക്കെ അത് റെൻറ്റിന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ പാസഞ്ചേഴ്സിനെ കൊണ്ടുപോകാനുള്ള രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കണമെങ്കിൽ അതിൽ ഫ്യൂവലിൻ്റെ കോസ്റ്റും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ബോഡി കോർപ്പറേറ്റിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ അവർ ടാക്സബിൾ ടെറിട്ടറിയിലുള്ളവരാണെങ്കിൽ അവർ തന്നെയാണ് അതിനുള്ള GST പേ ചെയ്യേണ്ടത്. ഓക്കെ, പിന്നെ അങ്ങനെയുള്ളത്. അപ്പോൾ ഇപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഓക്കെ ആയെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇനി പറഞ്ഞത് വെച്ച് അല്ലേ, ഇനി നമുക്ക് ഇനി ഇതേപോലെയുള്ള ബോറിംഗ് ആണെന്നുണ്ടെങ്കിൽ ഇത് വിട്ടിട്ട് അടുത്ത ചാപ്റ്റർ എടുക്കണോ എന്താണെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക. ഇത് ഓക്കെ ആയോ നിങ്ങൾക്ക്, അതോ ബോറിംഗ് ആയിട്ട് തന്നെയാണോ എന്നുള്ളത് ഞാൻ മാക്സിമം ഒന്ന് സിമ്പിളാക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇനി വായിക്കുമ്പോഴും ആ റെഡ് ഇട്ടിട്ടില്ലേ, ആ റെഡ് ഇട്ടത് വെച്ച് നിങ്ങൾ ഇതേപോലെ പഠിച്ചു പോവുക. ഫുള്ളായിട്ട് വായിച്ചത് ഇതാക്കി കൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് ബോറടിക്കും. അല്ലെങ്കിൽ ഈ റെഡ് മാർക്ക് ചെയ്ത് വെച്ച് തന്നെ നിങ്ങളൊരു നോട്ട് എഴുതി വെച്ചാലും മതി. ഓക്കെ, ഓതറിനുള്ളത് ഇതേപോലെ ആരാണ് പേ ചെയ്യേണ്ടത്, പബ്ലിഷറാണ്. ഇനി ഓതർ തന്നെ അതിന് എക്സംഷൻ ഉണ്ട്. എന്താണ് ഈ ഓതറിന് രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ അവർ ഡിക്ലറേഷൻ ഫയൽ ചെയ്യാണ് അനക്ഷർ 1 എന്നുണ്ടെങ്കിൽ അത് ഓതർ തന്നെയാണ്. അങ്ങനെയൊക്കെ പറഞ്ഞ് എഴുതി വെച്ചാൽ മതി. അപ്പോൾ അത് നമുക്ക് ഇതിൻ്റെ ആ കൺസെപ്റ്റ് ക്ലിയർ ആയിരിക്കണം, അത് മാത്രമേ ഇതിൽ ഇതുള്ളൂ. ഓക്കെ,
അതെനിക്ക് ക്ലിയറായി പറഞ്ഞു തരാൻ സാധിച്ചെന്ന് വിശ്വസിക്കുന്നു. പക്ഷെ നിങ്ങളൊന്ന് അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തേ പ്ലീസ്. ആ കമൻ്റ് ഒന്ന് ചെയ്യേ. നിങ്ങൾക്കത് മനസ്സിലായോ, മനസ്സിലായില്ലേ, ഓക്കെ ആണോ, ബോറടിപ്പിച്ചോ, ബോറടിപ്പിച്ചില്ലേ, എന്തെങ്കിലും ഒന്ന് സിമ്പിളായിട്ട് പറഞ്ഞോ, അതോ അത് ശരിയായില്ലേ, എന്തെങ്കിലും ശരി, എന്തായാലും തന്നെ നിങ്ങളുടെ അഭിപ്രായം എനിക്ക് ഞാൻ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചോളാം. നിങ്ങളൊന്ന് അഭിപ്രായം രേഖപ്പെടുത്തുക, ഒരു ആക്റ്റീവായിട്ടിരിക്കുക. ഓക്കെ, താങ്ക് യു.